വെൽക്കം ഫോക്സ്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ സെഷൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് ICT ഡെയിലി ബയാസ് ആണ്. ഇന്ന് മാർക്കറ്റ് ബുള്ളിഷ് ആണോ അതോ ബെയറിഷ് ആണോ എന്നുള്ള വ്യക്തമായൊരു വ്യൂ ഏതൊരു ട്രേഡർക്കും വേണ്ടതുണ്ട്. ആ ഒരു വ്യക്തമായ വ്യൂ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഏതൊരു ട്രേഡറും ഡെയിലി ബയാസ് എന്ന കോൺസെപ്റ്റ് വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം. ചുരുക്കി പറഞ്ഞാൽ ഡെയിലി ബയാസ് എന്നത് ഏതൊരു ട്രേഡർക്കും ഒരു ഡയറക്ഷണൽ ഗൈഡ് തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ എന്താണ് ഡെയിലി ബയാസ്, എങ്ങനെ പ്രോപ്പറായി ഡെയിലി ബയാസ് ക്രിയേറ്റ് ചെയ്ത് ഒരു പ്രോപ്പർ വ്യൂ നേടിയെടുക്കാം എന്നതെല്ലാമാണ് നമ്മളുടെ ഇന്നത്തെ സെഷൻ്റെ ടോപ്പിക് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. വെൽക്കം ടു T4T. അങ്ങനെ ഫസ്റ്റ് ഓഫ് ഓൾ വാട്ട് ഈസ് ഡെയിലി ബയാസ് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഡെയിലി ബയാസ് ഈസ് ദ ലൈക്ലി ഡയറക്ഷൻ ഓഫ് പ്രൈസ് ഓഫ് എ ഡേ ബേസ്ഡ് ഓൺ ഡെയിലി ടൈം ഫ്രെയിം സ്ട്രക്ചേഴ്സ് ആൻഡ് ലിക്വിഡിറ്റി. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ ഒരു ഡെഫിനിഷൻ നമ്മൾ കുറച്ചുകൂടി ഷോർട്ടറായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്തുകൊണ്ട് നമ്മൾ പറയുകയാണെങ്കിൽ എന്താണ് ഡെയിലി ബയാസ് എന്ന് പറയുന്നത്? ഡെയിലി ക്യാൻഡിൽസ്റ്റിക് ഫോർമേഷൻ നമ്മൾ മനസ്സിലാക്കി നെക്സ്റ്റ് ഡേ പ്രൈസ് എന്ത് ഡയറക്ഷനിൽ പോകും അല്ലെങ്കിൽ പ്രൈസിന്റെ ഡയറക്ഷൻ എന്തായിരിക്കുമെന്ന് നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യലാണ് ഡെയിലി ബയാസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ആൻറ്റിസിപ്പേഷനിൽ നമ്മൾ അലൈൻ ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സ് ആണ് ഡെയിലി ടൈം ഫ്രെയിമിലെ സ്ട്രക്ചേഴ്സും അതുപോലെ തന്നെ ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, നമ്മൾ ഡെയിലി ടൈം ഫ്രെയിം മനസ്സിലാക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഡെയിലി ബയാസ് മനസ്സിലാക്കുന്നതിന് മുന്നേ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് വാട്ട് മാർക്കറ്റ് ഡസ്. അതായത് മാർക്കറ്റിൻ്റെ ആ ഒരു സൈക്ലിക്കൽ നേച്ചർ അല്ലെങ്കിൽ സൈക്ലിക്കൽ ആക്ടിവിറ്റി എങ്ങനെയാണെന്ന് നോക്കുകയാണെങ്കിൽ, ക്രിയേഷൻ ഓഫ് FEG അല്ലെങ്കിൽ എന്താണ് ക്രിയേഷൻ ഓഫ് ഇംബാലൻസ്, അതുപോലെ തന്നെ ആ ക്രിയേറ്റ് ചെയ്ത ഇംബാലൻസ് അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്ത ആ FEG റീബാലൻസ് ചെയ്യപ്പെടും. അതുപോലെ എന്താണ് ക്രിയേഷൻ ഓഫ് ലിക്വിഡിറ്റി ദെൻ സീക്കിംഗ് ദ ലിക്വിഡിറ്റി. സിംപ്ലിഫൈ ചെയ്തുകൊണ്ട് പറയുകയാണെങ്കിൽ എന്താണ്, പ്രൈസിൽ ഈ ഒരു മൊമെന്റിൽ ദർ ഈസ് എ ക്രിയേഷൻ ഓഫ് FEG അല്ലെങ്കിൽ പ്രൈസിൽ എന്ത് ചെയ്യുന്നു, ഈ ഒരു മൊമെന്റത്തിൽ ഇവിടെ ഒരു FEG അല്ലെങ്കിൽ ഒരു ഇംബാലൻസ് പ്രൈസ് ക്രിയേറ്റ് ചെയ്തു. ഇതുപോലെ മാർക്കറ്റിൽ അല്ലെങ്കിൽ എന്താണ് ഒരു ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടാൽ അത് റീബാലൻസ് ചെയ്യപ്പെടും. അതുപോലെ എന്താണ് മുകളിലോ താഴെയായിട്ട് മാർക്കറ്റിൽ ഒരു ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെട്ടാൽ ആ ലിക്വിഡിറ്റി സീക്ക് ചെയ്യപ്പെടുക കൂടി ചെയ്യും. ഓക്കെ, പ്രൈസിൻ്റെ ഒരു ബിഹേവിയർ അങ്ങനെയാണ്. ഓക്കെ, അതുകൊണ്ട് ഡെയിലി ബയാസ് എന്ന് പറയുന്നത് നമ്മൾ നെക്സ്റ്റ് ഡേയിലെ ആ ഒരു ഡയറക്ഷൻ മനസ്സിലാക്കുക എന്നതിലുപരി ഒരു സ്മാർട്ട് മണി ഇൻറ്റൻറ്റ് നമ്മൾ മനസ്സിലാക്കുക കൂടിയാണ്. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് മേജർ എലമെന്റ്സ് ഇൻ ഡെയിലി ബയാസ് ആണ്. ഡെയിലി ബയാസിന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് 5 എലമെന്റ്സ് ആണ് നമ്മൾ നോക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡെയിലി ടൈം ഫ്രെയിം ആണ്. സ്റ്റാർട്ട് വിത്ത് ഡെയിലി ചാർട്ട് ടു അണ്ടർസ്റ്റാൻഡ് ദ മാർക്കറ്റ്സ് ബിഗർ ഡയറക്ഷൻ. നമ്മൾ ഡെയിലി ടൈം ഫ്രെയിം ചൂസ് ചെയ്യുന്നതിൻ്റെ കാര്യം എന്താണ്? ഡെയിലി ടൈം ഫ്രെയിം നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ ഡെയിലി ടൈം ഫ്രെയിം എന്ന് പറയുന്നത് ഒരു ഹയർ ടൈം ഫ്രെയിം ആണ്. നമുക്ക് മാർക്കറ്റിൻ്റെ ഒരു ബിഗർ ഡയറക്ഷൻ നമുക്ക് അതിൽ കിട്ടും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ലിക്വിഡിറ്റി ആണ്. ലുക്ക് ഫോർ ഇന്റേണൽ ലിക്വിഡിറ്റി അല്ലെങ്കിൽ എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി. നമ്മൾ ലിക്വിഡിറ്റീസിൽ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റീസ് ആണ് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് FEGs ആൻഡ് ഓർഡർ ബ്ലോക്സ് ആണ്. FEG എന്ന് പറയുന്നത് എന്താണ്? FEG ഷോ ദ ഇംബാലൻസ്. ഓക്കെ, മാർക്കറ്റിലെ ഇംബാലൻസുകൾ, മാർക്കറ്റിലെ ആ ഒരു ഇംബാലൻസ്ഡ് പ്രൈസ് ആക്ഷൻ. ഓക്കെ, മാർക്കറ്റിൽ ബാലൻസ്ഡ് പ്രൈസ് ആക്ഷനും ഇംബാലൻസ്ഡ് പ്രൈസ് ആക്ഷനും ഉണ്ട്. ഓക്കെ, ഇംബാലൻസ്ഡ് പ്രൈസ് ആക്ഷനെയാണ് ആക്ച്വലി നമ്മൾ ആ ഒരു FEG ആയിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇതുപോലെ FEG വന്നാൽ പ്രൈസ് ഓഫ്റ്റൺ റിട്ടേൺ ടു ഫിൽ ദം, അതായത് ഇംബാലൻസ് വന്നാൽ റീബാലൻസ് ചെയ്യപ്പെടും. ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത് എന്താണ്? ഓർഡർ ബ്ലോക്സ് ആർ സ്മാർട്ട് മണി സോൺ വേർ സ്ട്രോങ് മൂവ് സ്റ്റാർട്ട്സ്. അതായത് മാർക്കറ്റിലെ ലിക്വിഡിറ്റി സ്വീപ്പിന് ശേഷമുള്ള ഡിസ്പ്ലേസ്മെന്റ് മൂവ്, ആ സ്ട്രോങ് മൂവ് നടന്നിട്ടുള്ള ആ ഒരു ഏരിയയാണ് നമ്മൾ OB ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. OB എന്ന് പറയുന്നത് ഒരു കീ ഏരിയ ഫോർ എൻട്രീസിനുള്ള ഒരു കീ ഏരിയ കൂടിയാണ് ഓർഡർ ബ്ലോക്സ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ലിക്വിഡിറ്റി സ്വീപ്പ് ആൻഡ് റൺ ആണ്. ഓക്കെ, ലിക്വിഡിറ്റി സ്വീപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? എ ലിക്വിഡിറ്റി സ്വീപ്പ് ഗ്രാബ് സ്റ്റോപ്പ് ലോസ്, ദാറ്റ് മീൻസ് ഫേക്ക് മൂവ്. അതായത് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തുകൊണ്ട് പ്രൈസ് റിവേഴ്സ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ലിക്വിഡിറ്റി സ്വീപ്പ് എന്ന് പറയുന്നത്. ലിക്വിഡിറ്റി റൺ എന്ന് പറയുന്നത് എന്താണ്? എ ലിക്വിഡിറ്റി റൺ ഈസ് ദി റിയൽ മൂവ് ആഫ്റ്റർ ദ സ്വീപ്പ് ഓഫ്റ്റൻ ലെഡ് ബൈ സ്മാർട്ട് മണി. അതായത് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തും കൊണ്ട് റിവേഴ്സ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ലിക്വിഡിറ്റി സ്വീപ്പ് എന്ന് അഡ്രസ്സ് ചെയ്യുന്നത്. ലിക്വിഡിറ്റി റൺ എന്ന് പറയുന്നത് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് അറ്റ് എ ടൈം പ്രൈസ് ആ കണ്ടിന്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ കണ്ടിന്യൂഷനിലൂടെ പ്രൈസ് പോകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലിക്വിഡിറ്റി സ്വീപ്പ് ലിക്വിഡിറ്റി റൺ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ലാസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് ഡ്രോ ഓൺ ലിക്വിഡിറ്റി ആണ്. ഡ്രോ ഓൺ ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? പ്രൈസ് ഈസ് അട്രാക്റ്റഡ് ടു പൂൾ ഓഫ് ലിക്വിഡിറ്റി ലൈക്ക് മാഗ്നറ്റ്സ്
ഇറ്റ് മൂവ് ഫ്രം വൺ ലിക്വിഡിറ്റി സോൺ ടു നെക്സ്റ്റ് ഗൈഡ് ബൈ സ്മാർട്ട് മണി ഇൻഡെക്സ്. അതായത് എന്താണ് ഡ്രോ ഓൺ ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ എന്താണ് പ്രൈസ് ലിക്വിഡിറ്റി ടു ലിക്വിഡിറ്റി ആണ് ട്രാവൽ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. അതായത് ഇന്റേണൽ ടു എക്സ്റ്റേണൽ, അതുപോലെ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ടു സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. ഓക്കെ, അപ്പോൾ അറ്റ് എ ടൈം പ്രൈസ് ഒരു ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ മോർ ഓഫ് ദ ചാൻസ് പ്രൈസ് നെക്സ്റ്റ് ലിക്വിഡിറ്റിയിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അങ്ങനെ ഇനി പോകാൻ ചാൻസ് ഉള്ള ലിക്വിഡിറ്റീസിനെയാണ് നമ്മൾ ഡ്രോ ഓൺ ലിക്വിഡിറ്റി ആയിട്ട് അഡ്രസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മേജറായിട്ട് 5 എലമെന്റ്സ് പറഞ്ഞു. എന്തെല്ലാമാണ്? ഡെയിലി ടൈം ഫ്രെയിം, ലിക്വിഡിറ്റി, എഫിജീസ് ആൻഡ് ഓർഡർ ബ്ലോക്സ്, ലിക്വിഡിറ്റി സ്വീപ്പ്, അതുപോലെ റൺ ഓൺ ലിക്വിഡിറ്റി, അതുപോലെ ഡ്രോ ഓൺ ലിക്വിഡിറ്റി. ഓക്കെ, 5 എലമെന്റ്സ് നമ്മൾ പറഞ്ഞു. അതിൽ ഡെയിലി ടൈം ഫ്രെയിം എന്ന് പറയുന്നത് മോർ ഓഫ് ദ ടൈം നമ്മൾ ഇനി ഡിസ്ക്രൈബ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ബാക്കി 4 എണ്ണത്തിനെയും കുറിച്ച് നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടത് വളരെയധികം അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഫസ്റ്റ് നമ്മൾ സെക്കൻഡ് എലമെന്റ് ആണ് നോക്കുന്നത്, ലിക്വിഡിറ്റി. എന്തുകൊണ്ടാണ് ഫസ്റ്റ് എലമെന്റ് നോക്കാത്തത്? ഫസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് ടൈം ഫ്രെയിം ആണ്. നമ്മൾ 1 ഡേ ടൈം ഫ്രെയിം സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സിമ്പിൾ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സെക്കൻഡ് എലമെന്റ് ആയിട്ടുള്ള ലിക്വിഡിറ്റി നമ്മൾ നോക്കിയാൽ, ലിക്വിഡിറ്റി റെഫേഴ്സ് ടു ദ ക്ലസ്റ്റേഴ്സ് ഓഫ് സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് ആണ്. ഓക്കെ, ക്ലസ്റ്റർ ഓഫ് സെൽ ഓർഡേഴ്സ് ഉള്ള ഏരിയാസിനെയാണ് ആക്ച്വലി നമ്മൾ എന്താണ് ലിക്വിഡിറ്റി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ദീസ് ആർ ഫൗണ്ട് എബോ ഹൈസ് ആൻഡ് ബിലോ ലോസ്. ഓക്കെ, ഒരു ഹൈയുടെ മുകളിലായിട്ടും ഒരു ലോയുടെ താഴെയായിട്ടും നമുക്ക് ലിക്വിഡിറ്റി പോയിന്റ്സ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുമെന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? സ്മാർട്ട് മണി ടാർഗറ്റ് ദീസ് ഏരിയ ടു എൻറ്റർ ഓർ എക്സിറ്റ് ട്രേഡ്സ്. ഓക്കെ, സ്മാർട്ട് മണീസ് എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് ഇതുപോലെ ഹൈലി ലിക്വിഡിറ്റി ആയിട്ടുള്ള ഏരിയാസ് ആണ്. അതായത് എന്താണ്, അവരുടെ ഓപ്പറേഷൻസ് എപ്പോഴും ഹൈലി ലിക്വിഡഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈ ലിക്വിഡിറ്റി ഉള്ള ഏരിയാസിലായിരിക്കും അവരുടെ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. അതായത് അവർ എൻട്രി എടുക്കുന്നതായാലും എക്സിറ്റ് ചെയ്യുന്നതായാലും. ദാറ്റ് മീൻസ് എന്താണ്, അവരൊരു റീറ്റെയിൽ നിന്ന് മാറി ഒരു ഹ്യൂജ് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഒരു ബിഗർ പെർസ്പെക്റ്റീവിലായിരിക്കും അവരുടെ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഹൈലി ലിക്വിഡിറ്റീസ് ഉള്ള ഏരിയസിലായിരിക്കും അവരുടെ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ലിക്വിഡിറ്റി ക്യാൻ ബി ഇന്റേണൽ ഓർ എക്സ്റ്റേണൽ ലിക്വിഡിറ്റീസ് ഉണ്ട്. അതായത് പ്രൈസ് എപ്പോഴും ഒരു റേഞ്ച് ക്രിയേറ്റ് ചെയ്തിട്ടായിരിക്കും പോവുക. ഇപ്പം ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ദർ ഇസ് എ ഡീലിംഗ് റേഞ്ച് ലോ ആൻഡ് ദർ ഇസ് എ ഡീലിംഗ് റേഞ്ച് ഹൈ. ഓക്കെ, നമുക്കൊരു ഡീലിംഗ് റേഞ്ച് ഹൈയും ഡീലിംഗ് റേഞ്ച് ലോയും കിട്ടിക്കഴിഞ്ഞാൽ, ഓക്കെ, ഒരു ഡീലിംഗ് റേഞ്ച് ലോയും ഒരു ഡീലിംഗ് റേഞ്ച് ഹൈയും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ലിക്വിഡിറ്റീസിനെ ക്ലാസിഫൈ ചെയ്യാം. അതായത് ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി, അതുപോലെ എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി. ഓക്കെ, ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ എന്താ, നമുക്ക് കിട്ടിയിട്ടുള്ള ആ റേഞ്ചിൻ്റെ ഉള്ളിലുള്ള ലിക്വിഡിറ്റീസിനെയാണ് നമ്മൾ ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. നമ്മളുടെ ഇന്റേണൽ റേഞ്ച് ഹൈ, ഇന്റേണൽ റേഞ്ച് ലോ നമ്മൾ അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ആക്ച്വലി എന്ത്, നമ്മളുടെ റേഞ്ച് എന്ന് പറയുന്നത്. ഈ റേഞ്ചിൻ്റെ ഉള്ളിലുള്ള ലിക്വിഡിറ്റീസിനെയാണ് നമ്മൾ ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഈ ഒരു പിക്ചറിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മോർ ഓഫ് ദ ടൈം ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റീസ് ഒരു PDRA ആയിരിക്കും. PDRA എന്ന് പറയുമ്പോൾ എന്താ, FEGs ആയിരിക്കും, ഓർഡർ ബ്ലോക്സ് ആയിരിക്കും, ബ്രേക്കർ ബ്ലോക്സ് ആയിരിക്കും, അല്ലെങ്കിൽ FEGനെ ഇൻവേർഷൻ FEG ആയിരിക്കും, BPR ആയിരിക്കും. മോർ ഓഫ് ദ ടൈം ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി PDRA ആവാനുള്ള പോസിബിലിറ്റിയാണ്. ഓക്കെ, നെക്സ്റ്റ് എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഐഡന്റിഫൈ ചെയ്ത ഡീലിംഗ് റേഞ്ച് ഹൈ, ഡീലിംഗ് റേഞ്ച് ലോ. ഓക്കെ, അതായിരിക്കും ആക്ച്വലി എന്ത്, എക്സ്റ്റേണൽ റേഞ്ച് ഹൈ അല്ലെങ്കിൽ എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ഹൈ, അല്ലെങ്കിൽ എന്താണ് എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് എന്താണ്, ഒരു റേഞ്ച് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ റേഞ്ച് ഹൈയും ലോയും ആക്ച്വലി എന്താണ്, എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ആയിരിക്കും. ആ റേഞ്ചിൻ്റെ ഉള്ളിലുള്ള ലിക്വിഡിറ്റി ആയിരിക്കും ആക്ച്വലി ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി. ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് മോർ ഓഫ് ദ ടൈം ഒരു PDRA ആയിരിക്കും. അതാണ് നമ്മൾ ഇവിടെ പറഞ്ഞ ഈ ഒരു സെന്റൻസ് പറയുന്നത്. ലിക്വിഡിറ്റി ക്യാൻ ബി ഇന്റേണൽ, അതായത് വിത്തിൻ ദ റേഞ്ച്, ഓർ എക്സ്റ്റേണൽ ഔട്ട്സൈഡ് ദ റേഞ്ച്, ആൻഡ് പ്രൈസ് ഓഫ്റ്റൻ മൂവ്സ് ഫ്രം ദ വൺ പൂൾ ടു നെക്സ്റ്റ്. അതായത് പ്രൈസ് എന്ത് ചെയ്യും, നമ്മളുടെ ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി വന്ന് അത് ടേക്ക് ഔട്ട് ചെയ്തിട്ടായിരിക്കും പ്രൈസ് നെക്സ്റ്റ് എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, നമുക്ക് ഡീലിംഗ് റേഞ്ച് ലോ, ഡീലിംഗ് റേഞ്ച് ഹൈ ക്രിയേറ്റ് ചെയ്തു, നമുക്കൊരു റേഞ്ച് ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. പ്രൈസ് എന്ത് ചെയ്തു, റീട്രേസ്മെന്റ് വന്നത് എവിടേക്കാണ്, നമ്മളുടെ ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി. ഓക്കെ, നെക്സ്റ്റ് പ്രൈസ് എക്സ്പാൻഡ് ചെയ്തത് ഡീലിംഗ് റേഞ്ച് ഹൈ ആയിട്ടുള്ള എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയിലേക്ക് ആവാനുള്ള കാരണം എന്താണ്, ഈ ലോ ടേക്ക് ഔട്ട് ചെയ്യാത്തതിൻ്റെ കാരണം എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ പ്രൈസിൻ്റെ സ്ട്രക്ചർ അലൈൻ ചെയ്യാൻ, സ്ട്രക്ചർ ബുള്ളിഷ് ആയിരിക്കും. അതുകൊണ്ടാണ് പ്രൈസ് എന്ത് ചെയ്തു, നമ്മളുടെ താഴെ ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്യാതെ സ്ട്രക്ചറിൻ്റെ കൂടെ തന്നെ
അലൈൻ ചെയ്തുകൊണ്ട് PDRI ടേക്ക് ഔട്ട് ചെയ്തുകൊണ്ട് പ്രൈസ് മുകളിലേക്ക് പോയി. പ്രൈസ് എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ഹൈ അല്ലെങ്കിൽ നമ്മളുടെ ഡീലിംഗ് റേഞ്ച് ഹൈ ടേക്ക് ഔട്ട് ചെയ്യാനുള്ള മേജർ ആയിട്ടുള്ള റീസൺ. നെക്സ്റ്റ് നമ്മൾ രണ്ടാമത് നോക്കുന്നത് നമ്മളുടെ മൂന്നാമത്തെ എലമെന്റ്സ് ആയിട്ടുള്ള FEG ആൻഡ് ഓർഡർ ബ്ലോക്ക് ആണ്. നമുക്ക് എല്ലാവർക്കും ഇതിനെക്കുറിച്ച് അറിയുന്നത് തന്നെയാണ്. പക്ഷേ നമ്മൾ ഈ ഒരു ഡെയിലി ബയാസിൻ്റെ സ്ട്രക്ചേർഡ് ഫോമിൽ പോകുമ്പോൾ നമ്മൾ മുന്നേ പഠിച്ച കാര്യങ്ങളും പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ FEG എന്ന് പറയുന്നത് എന്താണ്? ഒരു 3 കാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ ആണ്. ഫസ്റ്റ് ക്യാൻഡിൽ നമ്മൾ ക്രിയേഷൻ ക്യാൻഡിൽ എന്നും സെക്കൻഡ് ക്യാൻഡിലിനെ നമ്മൾ എക്സ്പാൻഷൻ ക്യാൻഡിൽ എന്നും തേർഡ് ക്യാൻഡിലിനെ നമ്മൾ കൺഫോർമേഷൻ ക്യാൻഡിൽ എന്നും വിളിക്കും. ഫസ്റ്റ് ക്യാൻഡിലായിട്ടുള്ള ക്രിയേഷൻ ക്യാൻഡിലും തേർഡ് ക്യാൻഡിലായിട്ടുള്ള കൺഫോർമേഷൻ ക്യാൻഡിലും തമ്മിലുള്ള ഗ്യാപ്പ് അല്ലെങ്കിൽ അത് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ആ ഗ്യാപ്പിനെ വിളിക്കുന്ന പേരാണ് ഫെയർ വാല്യൂ ഗ്യാപ്പ് അല്ലെങ്കിൽ ഇംബാലൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ FEG എന്ന് പറയുന്നത് എന്താണ്? ഈസ് എ ഇംബാലൻസ് ലെഫ്റ്റ് പ്രൈസ് മൂവ്സ് ടു ഫാസ്റ്റ്, പ്രൈസ് മേ റിട്ടേൺ ടു റീബാലൻസ് ഇറ്റ്. ഓക്കെ, പ്രൈസ് എന്താണ്? പ്രൈസിൻ്റെ ആ ഒരു ഫാസ്റ്റ് മോഡ് കൂടിയാണ് നമുക്ക് ആക്ച്വലി എന്ത് കിട്ടുന്നത്? ഇതുപോലെ ഇംബാലൻസ് കിട്ടുന്നത്. ആ ഇംബാലൻസ് റീബാലൻസ് ചെയ്യപ്പെടും. ഓക്കെ, മാർക്കറ്റിൽ ഒരു ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്താൽ ആ ഇംബാലൻസ് റീബാലൻസ് ചെയ്യപ്പെടും. ഓക്കെ, അത് എപ്പം ചെയ്യപ്പെടും എന്ന് നമ്മളുടെ കൺഫോർമേഷൻ ക്യാൻഡിൽ അനുസരിച്ചിരിക്കും. സീക്രട്ട് നമ്പർ 1 എന്താണ്? ക്രിയേഷൻ ക്യാൻഡിൽ, എക്സ്പാൻഷൻ ക്യാൻഡിൽ, കൺഫോർമേഷൻ ക്യാൻഡിൽ. ഈ കൺഫോർമേഷൻ ക്യാൻഡിൽ ഒരു കൺസോൾട്ടേഷനോ അല്ലെങ്കിൽ ഒരു ഇൻഡിസിഷനോ, നോട്ട് ദ പോയിന്റ്. നമ്മളുടെ ക്രിയേഷൻ ക്യാൻഡിലിന് ശേഷം നമുക്ക് എക്സ്പാൻഷൻ ക്യാൻഡിൽ കിട്ടും. എക്സ്പാൻഷൻ ക്യാൻഡിലിന് ശേഷം അവിടെ FEG ക്രിയേറ്റ് ആവണമെങ്കിൽ അവിടെ ക്രിയേഷൻ ക്യാൻഡിൽ അല്ലെങ്കിൽ കൺഫോർമേഷൻ ക്യാൻഡിൽ ക്രിയേറ്റ് ആവണം. ഈ കൺഫോർമേഷൻ ക്യാൻഡിൽ എന്ത് തരത്തിലുള്ള ഒരു ക്യാൻഡിൽ ആയിരിക്കണം? ഒരു ഇൻഡിസിഷനോ ഒരു കൺസോൾട്ടേഷനോ ആയിട്ടുള്ള ഒരു ക്യാൻഡിലാണെങ്കിൽ നമ്മളുടെ ക്രിയേറ്റ് ആയിട്ടുള്ള ഇംബാലൻസ് റീബാലൻസ് പെട്ടെന്ന് ചെയ്യപ്പെടാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. ഓക്കെ, അതായത് ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് സെക്കൻഡ് നമുക്കൊരു ബുള്ളിഷ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഫസ്റ്റ് എന്ന് പറയുന്നത് ക്രിയേഷൻ ക്യാൻഡിൽ, സെക്കൻഡ് നമുക്ക് കിട്ടിയിട്ടുള്ളത് എക്സ്പെൻഷൻ ക്യാൻഡിൽ, തേർഡ് ക്യാൻഡിൽ കിട്ടിയിട്ടുള്ളത് ഒരു കൺസോൾട്ടേറ്റഡ് ആയിട്ടുള്ള ഒരു ക്യാൻഡിലാണ്, കൺസോൾട്ടേഷൻ ക്യാൻഡിൽ. ഓക്കെ, നമ്മളുടെ എക്സ്പാൻഷൻ ക്യാൻഡിലിൻ്റെ ഹൈ സ്വീപ്പ് കൂടി ചെയ്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ ഒരു കൺസോൾട്ടേഷൻ ക്യാൻഡിൽ ബെയറിഷ് ക്ലോസോട് കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് എന്താ മനസ്സിലാവുന്നത്? ഈ ഒരു മൊമെൻറ്റത്തിൻ്റെ ഒരു വീക്ക്നെസ് ഇവിടെ കാണുന്നു. അങ്ങനെയാണെങ്കിൽ പ്രൈസ് ഈ ഒരു ഇംബാലൻസ് റീബാലൻസ് ചെയ്ത് പ്രൈസ് മുകളിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി അവിടെ കൂടുതലാണ്. ഓക്കെ, അതാണ് റീബാലൻസ് മീൻസ് ഫില്ലിംഗ് ദ ഗ്യാപ്പ് ടു റീസ്റ്റോർ ദ പ്രൈസ് എഫിഷ്യൻസി. ഓക്കെ, പ്രൈസ് എന്താണ്? ഇംബാലൻസ് ക്രിയേറ്റ് ആയാൽ അത് റീബാലൻസ് ചെയ്യപ്പെടും. ഓക്കെ, അപ്പോൾ പിന്നെ നമ്മൾ നോക്കുന്നത് എന്താണ്? ഇൻ കേസ് നമ്മളുടെ ക്രിയേഷൻ ക്യാൻഡിൽ, എക്സ്പാൻഷൻ ക്യാൻഡിൽ, അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കിട്ടിയ കൺഫോർമേഷൻ ക്യാൻഡിൽ എഗെയിൻ നമുക്കൊരു സ്ട്രോങ് ബുള്ളിഷ് മൂവ് ആയിട്ടുള്ള ഒരു ക്യാൻഡിലാണ് കിട്ടിയതെങ്കിൽ നമുക്കിവിടെ ഓൾറെഡി എന്താണ്? ഇംബാലൻസ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഫില്ല് ചെയ്യുന്നത് ഓക്കെ നമുക്ക് അറ്റ് എ ടൈം സംഭവിക്കുമെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. ബിക്കോസ് ഓഫ് എന്താണ്? ഇതൊരു ബ്രേക്ക് അവേ ഗ്യാപ്പായി മാറിയിട്ടുണ്ടാവും. ഓക്കെ, കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓർഡർ ബ്ലോക്ക് ആണ്. ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നതും എന്താണ്? ഒരു PDRI തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഓർഡർ ബ്ലോക്ക് ഈസ് ദ ലാസ്റ്റ് ബുള്ളിഷ് ഓർ ബെയറിഷ് ക്യാൻഡിൽ ബിഫോർ എ സ്ട്രോങ് മൂവ്. ഒരു സ്ട്രോങ് മൂവ്, ഓക്കെ, ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തതിന് ശേഷമുള്ള ആ ഒരു സ്ട്രോങ് ഡിസ്പ്ലേസ്മെൻറ്റ് മൂവിനും തൊട്ട് മുന്നേ ഉള്ള ബുള്ളിഷ് ക്യാൻഡിലായിരിക്കും ഒരു ബെയറിഷ് ഓർഡർ ബ്ലോക്കായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഒരു ബെയറിഷ് ക്യാൻഡിലായിരിക്കും നമ്മളൊരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്കിലായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇറ്റ് മാർക്സ് വെൻ സ്മാർട്ട് മണി പ്ലേസ്ഡ് ലാർജ് ഓർഡേഴ്സ് പ്രൈസ് ഓഫ് ടേൺ റിട്ടേൺസ് ടു ഇറ്റ്. അതായത് നമുക്ക് FEG ക്രിയേറ്റ് ചെയ്താൽ, അതായത് ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്താൽ റീബാലൻസ് ചെയ്യുന്നു എന്ന് പറയുന്നത് പോലെ ഓർഡർ ബ്ലോക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് പ്രൈസ് മുകളിലേക്ക് പോകുകയാണെങ്കിൽ ആ ഓർഡർ ബ്ലോക്ക് മിറ്റിഗേറ്റ് ചെയ്യാനും പ്രൈസ് താഴേക്ക് വരും. ഓക്കെ, അപ്പം നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം തൊട്ടു മുന്നത്തെ എലമെൻറ്റ് നമ്മൾ പഠിച്ചത് എന്താണ്? ലിക്വിഡിറ്റിയാണ്. ലിക്വിഡിറ്റി, ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ആൻഡ് എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ഉണ്ട്. അതായത് നമുക്കൊരു റേഞ്ച് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഡീലിംഗ് റേഞ്ച് ഹൈ എന്ന് പറയുന്നത് ഒരു എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയാണ്, ഡീലിംഗ് റേഞ്ച് ലോ എന്ന് പറയുന്നത് നമ്മുടെ ഒരു എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയാണ്. ഈ റേഞ്ചിൻ്റെ ഉള്ളിലുള്ള ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി നമ്മൾ എന്താവാം എന്നാണ് പറഞ്ഞത്? അതായത് മോർ ഓഫ് ദ ടൈം ഒരു PDRI ആകാം. അതുകൊണ്ട് തന്നെ പറയുന്നു മോർ ഓഫ് ദ ടൈം ഒരു FEG ആവാനോ ഓർഡർ ബ്ലോക്ക് ആവാനുള്ള പ്രോബബിലിറ്റിയാണ് വളരെയധികം കൂടുതലെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിപ്പം രണ്ടാമതായിട്ട് പറഞ്ഞ നമ്മളുടെ മൂന്നാമത്തെ എലമെന്റ് എന്ന് പറയുന്നത് FEG അതുപോലെ തന്നെ OB ആണ്. അങ്ങനെ നമ്മൾ മൂന്നാമത് പറയുന്ന നമ്മളുടെ നാലാമത്തെ എലമെന്റ് ആണ് ലിക്വിഡിറ്റി സ്വീപ്പ് അതുപോലെ ലിക്വിഡിറ്റി റൺ എന്ന് പറയുന്നത്. നമ്മൾ ലിക്വിഡിറ്റി എന്താണെന്ന് പറഞ്ഞു. ലിക്വിഡിറ്റി പ്രൈസ് ടേക്ക് ഔട്ട് ചെയ്യപ്പെടും. അതായത്
ഹൈലി ലിക്വിഡിറ്റി ഉള്ള ഏരിയാസിലായിരിക്കും സ്മാർട്ട് മണി ഇൻറ്റൻസ് വളരെയധികം കൂടുതൽ. അതായത് ഒരു സ്മാർട്ട് മണിക്ക് എൻ്റർ ചെയ്യണമെങ്കിലും എക്സിറ്റ് ചെയ്യുന്നതും ഒരു ലാർജ് ക്വാണ്ടിറ്റി ആയിരിക്കും. അപ്പം ലിക്വിഡിറ്റീസ് ഒരുപാടുള്ള പൂൾ ഓഫ് ലിക്വിഡിറ്റീസ് വരെ, അതായത് ബഞ്ച് ഓഫ് ലിക്വിഡിറ്റീസ് ഉള്ള ഏരിയാസിലായിരിക്കും അവരുടെ ഓപ്പറേഷൻ. ഓക്കെ, അപ്പോൾ ഈ ലിക്വിഡിറ്റി ഉള്ള പോയിന്റ്സിൽ രണ്ട് കാര്യങ്ങൾ സംഭവിക്കാം. ഒന്ന് എന്ന് പറയുന്നത് ലിക്വിഡിറ്റി സ്വീപ്പാണ്, രണ്ട് എന്ന് പറയുന്നത് ലിക്വിഡിറ്റി റൺ ആണ്, അല്ലെങ്കിൽ റൺ ഓൺ ലിക്വിഡിറ്റി ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം സ്വീപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്? ലിക്വിഡിറ്റി സ്വീപ്പ് ഈസ് എ ക്വിക്ക് മൂവ് ടു ഗ്രാബ് സ്റ്റോപ്പ് ലോസ് എബോവ് ദ ഹൈസ് ഓർ ലോസ് ദെൻ റിവേഴ്സ് ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അതായത് ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്? ഇതൊരു ലിക്വിഡിറ്റി ഏരിയ ആണ് നോക്കാം. ഓക്കെ, ഒരു എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഒരു സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആയിരിക്കാം. പ്രൈസ് എന്ത് ചെയ്യുന്നു? പ്രൈസ് ഇങ്ങനെ താഴേക്ക് വന്ന് പ്രൈസ് എന്ത് ചെയ്യുന്നു? ഈ ഒരു ക്യാൻഡിലോട് കൂടി എന്ത് ചെയ്യുന്നു? ആ എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റീൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയുടെ താഴെയുള്ള ക്ലസ്റ്റ് ഓഫ് സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് എല്ലാം പ്രൈസ് എന്തു ചെയ്തു? ഗ്രാബ് ചെയ്ത് പ്രൈസ് റിവേഴ്സ് ആയി പോകുന്നതിനെയാണ് ലിക്വിഡിറ്റി സ്വീപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ സ്മാർട്ട് മണി ഇൻറ്റൻറ്റ് എന്താവാം? ബൈ ആവാം. ഓക്കെ, ബൈ ആവാം. അതായത് എന്താണ്? ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ബൈ ചെയ്യുന്നത് ഒരുപാട് സെൽ ഓർഡേഴ്സ് ഉള്ള ഏരിയയിലാണ്. അതായത് ഒരു ക്വാണ്ടിറ്റി നിങ്ങൾക്ക് ബൈ ചെയ്യണമെങ്കിൽ അവിടെ ഓപ്പോസിറ്റ് ഒരു ക്വാണ്ടിറ്റി സെല്ല് ചെയ്യാൻ ആൾ വേണം. അപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു ലാർജ് ഓർഡേഴ്സ് ബൈ ചെയ്യണമെങ്കിൽ അവർ പ്രൈസിനെ എവിടേക്കാണ് കൊണ്ടുപോവുക? ലാർജ് സെൽ ഓർഡേഴ്സ് ഉള്ള ഏരിയാസിലായിരിക്കും. ഓക്കെ, അപ്പം എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ലോ അല്ലെങ്കിൽ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ബൈ ചെയ്ത ആളുകളെല്ലാം സ്റ്റോപ്പ് ലോസ് വെച്ചിരിക്കുന്ന ഏരിയ, അതായത് ബൈ ചെയ്ത ആളുകളുടെ എല്ലാം സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് സെൽ ഓർഡർ ആണ്. ആ ഏരിയയിലേക്ക് വന്ന് ഇവിടെയുള്ള സെൽ ഓർഡേഴ്സ് എല്ലാം കളക്ട് ചെയ്തും കൊണ്ട് അത് ബൈ ഓർഡേഴ്സ് ആയി പ്രൈസ് റിവേഴ്സ് ചെയ്തു പോകുന്നു. ദാറ്റ് മീൻസ് ഇതാണ് ആക്ച്വലി എന്ത്? ലിക്വിഡിറ്റിയിൽ സംഭവിക്കുന്ന ഫസ്റ്റ് റിയാക്ഷന്. ദാറ്റ് മീൻസ് ലിക്വിഡിറ്റി സ്വീപ്പ്. അപ്പോൾ സിംപ്ലിഫൈ ചെയ്തുകൊണ്ട് ലിക്വിഡിറ്റി സ്വീപ്പ് എന്താണ്? ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തും കൊണ്ട് പ്രൈസ് റിവേഴ്സ് പോകുന്നു. ഓക്കെ, അപ്പോൾ ലിക്വിഡിറ്റി റൺ എന്താണ്? നോക്കൂ, റൺ ഓൺ ലിക്വിഡിറ്റി അല്ലെങ്കിൽ ലിക്വിഡിറ്റി റൺ എന്ന് പറയുന്നത് ഈസ് വെൻ പ്രൈസ് ടാർഗറ്റ് and breaks the external highs and lows, then continue in the same direction with the momentum. അതായത് എന്താണ്? ലിക്വിഡിറ്റി സ്വീപ്പ് എന്ന് പറയുന്നത് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തുകൊണ്ട്, അതായത് ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തുകൊണ്ട് പ്രൈസ് റിവേഴ്സ് ചെയ്യുന്നതാണെങ്കിൽ, ലിക്വിഡിറ്റി റൺ എന്ന് പറയുന്നത് എന്താണ്? ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തുകൊണ്ട് പ്രൈസ് കണ്ടിന്യൂവേഷനോടുകൂടി പ്രൈസ് താഴേക്ക് പോകുന്നതാണ്. ഇതിന് കാരണം എന്താവാം? മുകളിൽ എഗെയിൻ ലിക്വിഡിറ്റി ഉണ്ടാവുന്നതായിരിക്കാം, അല്ലെങ്കിൽ പ്രിവെയിലിംഗ് ട്രെൻഡ് എന്ന് പറയുന്നത് സ്ട്രോങ് ആയിരിക്കാം. സ്ട്രോങ് ബുള്ളിഷ് മൂവോ ഒരു സ്ട്രോങ് ബെയറിഷ് ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തുകൊണ്ട് എന്താണ്? പ്രൈസ് സ്ട്രോങ് ആയി അങ്ങ് പോകും. അതാണ് ആക്ച്വലി എന്ത്? ലിക്വിഡിറ്റി റൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ലിക്വിഡിറ്റി അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സംഭവിക്കുന്ന രണ്ട് റിയാക്ഷൻസ് ആണ് ആക്ച്വലി എന്ത്? ലിക്വിഡിറ്റി സ്വീപ്പും ലിക്വിഡിറ്റി റണ്ണും. നെക്സ്റ്റ് നമ്മൾ നാലാമത് പറയുന്ന നമ്മളുടെ അഞ്ചാമത്തെ എലമെന്റ് ആൻഡ് ലാസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് ഡ്രോ ഓൺ ലിക്വിഡിറ്റി ആണ്. ഓക്കെ, അപ്പൊ ഡ്രോ ഓൺ ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ഫസ്റ്റ് എലമെന്റിൽ പറഞ്ഞത് എന്താണ്? നമുക്കൊരു റേഞ്ച് ക്രിയേറ്റ് ആയാൽ ഡീലിംഗ് റേഞ്ച് ഹൈ, ഡീലിംഗ് റേഞ്ച് ലോ. അതായത് എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി നമുക്ക് ഡീലിംഗ് റേഞ്ച് ലോയുടെ താഴെയും ഡീലിംഗ് റേഞ്ച് ഹൈയുടെ മുകളിലായിട്ട് നമുക്ക് എന്താണ്? എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റീസ് കാണാം. ഈ എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റീസിൻ്റെ ഉള്ളിലായിട്ടുള്ള ഇൻറ്റേർണലി ഉള്ള ലിക്വിഡിറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നമ്മൾ ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി മോർ ഓഫ് ദ ടൈം PDRA ആയിരിക്കും. അതിൽ തന്നെ FEG ആയിട്ടോ OB ആയിട്ടോ ആവാനുള്ള പോസിബിലിറ്റി ആണ് കൂടുതൽ. അതാണ് നമ്മളുടെ എലമെൻറ്റ് 2 എന്ന് പറയുന്നത്, FEG ആൻഡ് ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കെന്താണ്? ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റിയിലേക്ക് പ്രൈസ് വന്നാൽ പിന്നെ പ്രൈസിൻ്റെ ഡ്രോ ഓൺ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് എന്താണ്? എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയാണ്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെയും എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ഉണ്ട്, ഇവിടെയും എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ഉണ്ട്. എവിടേക്കായിരിക്കും പൈസ പോവുക? മുകളിലേക്കായിരിക്കുമോ? മുകളിൽ എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയിലേക്കായിരിക്കുമോ? താഴേക്കുള്ള എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയിലേക്കാണോ? അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ ഒന്ന് നമ്മൾ നോക്കുക. ബുള്ളിഷ് ആയിട്ടുള്ള മാർക്കറ്റ് സ്ട്രക്ചർ ആണെങ്കിൽ പ്രൈസ് എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ഹൈ ടേക്ക് ഔട്ട് ചെയ്യാനായിരിക്കും പോവുക. പ്രൈസ് ബെയറിഷ് ആണെങ്കിലോ? പ്രൈസ് ബെയറിഷ് ആണെങ്കിൽ ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ലോ ആയിരിക്കും ടേക്ക് ഔട്ട് ചെയ്യുക. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്താണ്? പ്രൈസ് നെക്സ്റ്റ് പോകുന്ന ഏരിയ നമ്മൾ പറഞ്ഞു പ്രൈസ് മാഗ്നറ്റ് പോലെയാണ്, അല്ലെങ്കിൽ ലിക്വിഡിറ്റി മാഗ്നറ്റ് പോലെയാണ്. ഇങ്ങനെ പ്രൈസിനെ അട്രാക്ട് ചെയ്തുകൊണ്ട് നിൽക്കും. അപ്പം പ്രൈസ് ഈസ് അറ്റാക്ഡ് ടു പൂൾ ഓഫ് ലിക്വിഡിറ്റി
like a magnet, it move from one liquidity to next, ഗൈഡഡ് ബൈ സ്മാർട്ട് മണി ഇൻഡെറ്റ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ് പ്രൈസിൽ ഇവിടെ നമുക്ക് എന്താണ് ഒരു ഈക്വൽ ഹൈ കിട്ടിയിട്ടുണ്ട്, ഇവിടെ പ്രൈസിൽ ഒരു ഈക്വൽ ലോ കിട്ടിയിട്ടുണ്ട്. പ്രൈസ് എന്ത് ചെയ്യുന്നു, ഈക്വൽ ലോ പ്രൈസ് എന്ത് ചെയ്തു, സ്വീപ്പ് ചെയ്തു. നമ്മൾക്ക് ഇവിടെ ലിക്വിഡിറ്റി സ്വീപ്പാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇവിടെയുള്ള ലിക്വിഡിറ്റീസ് എല്ലാം ടേക്ക് ഔട്ട് ചെയ്തുകൊണ്ട് പ്രൈസ് മുകളിലേക്ക് ഒരു ബുള്ളിഷ് ആയിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലോ ലിക്വിഡിറ്റി പ്രൈസ് സ്വീപ്പ് ചെയ്തു എന്ന് വെച്ചു, അതായത് സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി പ്രൈസ് എന്ത് ചെയ്തു, ടേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി മുകളിൽ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഇവിടെ നോക്കൂ, നമുക്ക് ഹൈ ലിക്വിഡിറ്റി ആണുള്ളത്. ദാറ്റ് മീൻസ് മുകളിൽ നമുക്ക് ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആണുള്ളത്. അതുകൊണ്ട് തന്നെ മോർ ഓഫ് ദ ടൈം പ്രൈസ് എന്ത് ചെയ്യുന്നു, ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി ആയിരിക്കും കൂടുതൽ. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ഡ്രോ ഓൺ ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. ലിക്വിഡിറ്റി പ്രൈസ് മൂവ് ചെയ്യുന്നത് ലിക്വിഡിറ്റി ടു ലിക്വിഡിറ്റി ആണ്. ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ടു എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി, സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ടു ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. ഓക്കെ, അപ്പം സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി അല്ലെങ്കിൽ ഒരു ലിക്വിഡിറ്റി പ്രൈസ് ടേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് പ്രൈസ് എവിടെയാണ് ലിക്വിഡിറ്റിയിലേക്ക് അവിടേക്ക് പോകും. അപ്പം ഒരു ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് മുകളിലായിട്ടോ അല്ലെങ്കിൽ റീസെൻ്റ് ആയിട്ട് എവിടെയാണ് ലിക്വിഡിറ്റി ഉള്ളത്, ആ ലിക്വിഡിറ്റീനെ നമ്മൾ ഡ്രോ ഓൺ ലിക്വിഡിറ്റി എന്നാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത്. വീഡിയോ തുടർന്ന് കാണുന്നതിന് മുന്നേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, മാർക്കറ്റിൽ ഇന്റർ ബാങ്ക് പ്രൈസ് ഡെലിവറി അൽഗോരിതം എന്ന് പറയുന്നത് പോലെ യൂട്യൂബിനും ഒരു അൽഗോരിതം ഉണ്ട്. നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ ഒരു വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും ഒരു കമൻറ്റും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കിട്ടുന്നു എന്ന് ആത്മാർത്ഥമായി തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. അങ്ങനെ നമ്മൾ കഴിഞ്ഞ സ്ലൈഡുകളിലായിട്ട് ബയാസിൻ്റെ വെരി ഇമ്പോർട്ടൻറ്റ് 5 ഫാക്ടേഴ്സ് നമ്മൾ മനസ്സിലാക്കി. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ എന്താണ് ബയാസിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഒന്നുകൂടി നിങ്ങൾ നോക്കൂ. ബയാസ് ഈസ് ദി ഹയർ ടൈം ഫ്രെയിം നരേറ്റീവ് ആൻഡ് ഡയറക്ഷൻ ദാറ്റ് ഗിവ്സ് ദ ഗൈഡ് ടു യുവർ ലോവർ ടൈം ഫ്രെയിം എൻട്രീസ് അല്ലെങ്കിൽ ട്രേഡ്സ് ആണ്. ഓക്കെ, അപ്പോൾ ബയാസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ ഒരു ഹയർ ടൈം ഫ്രെയിമിലെ ഒരു നരേറ്റീവ് ആണ് അല്ലെങ്കിൽ ഒരു ഡയറക്ഷണൽ ആൻറ്റിസിപ്പേഷൻ ആണ്. അത് ഗൈഡ് ചെയ്യുന്നത് നമ്മളുടെ ലോവർ ടൈം ഫ്രെയിം ട്രേഡ്സിനെയാണ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ലോവർ ടൈം ഫ്രെയിം ട്രേഡ്സ് എന്തിൻ്റെ ബേസിലായിരിക്കണം, നമ്മളുടെ ഹയർ ടൈം ഫ്രെയിം നരേറ്റീവിൻ്റെ ബേസിലായിരിക്കും. ഇവിടെ നരേറ്റീവ് എന്ന് പറയുന്നത് നമ്മളുടെ ബയാസ് ആണ്. ഒട്ടുമിക്ക ആളുകളും ലോവർ ടൈം ഫ്രെയിമിൽ ട്രേഡ് ചെയ്യുന്നത് ഒരു ഹയർ ടൈം ഫ്രെയിം നരേറ്റീവോ അല്ലെങ്കിൽ ഒരു ഹയർ ടൈം ഫ്രെയിം ബയാസോ അല്ലെങ്കിൽ ഒരു ഹയർ ടൈം ഫ്രെയിം പേഴ്സ്പെക്റ്റീവോ ഇല്ലാതെയാണ്. ഓക്കെ, അപ്പോൾ കുറച്ചുകൂടി ക്ലെവേർഡ് ആയിട്ടുള്ള ഒരാൾ എന്താ ചെയ്യുക, ഹയർ ടൈം ഫ്രെയിമിൽ എന്താണോ പ്രൈസ് പറയുന്നത് ആ കാര്യം ലോവർ ടൈം ഫ്രെയിമിൽ എക്സിക്യൂട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഹയർ ടൈം ഫ്രെയിമിൽ നമുക്ക് നല്ലൊരു ബുള്ളിഷ്നെസ് ആണ് കാണുന്നതെങ്കിൽ നമുക്ക് ലോവർ ടൈം ഫ്രെയിമിൽ ഒരു ബുള്ളിഷ് എൻട്രി എന്ന് പറയുന്നത് ഹയർ ആക്യുറസി ആയിരിക്കും. ഓക്കെ, ഹയർ ആക്യുറസി ആയിരിക്കും. ഹയർ ടൈം ഫ്രെയിമിൽ നിങ്ങളൊരു ബെയറിഷ് ആണ് നിങ്ങൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നത്, അതായത് ഒരു ഹയർ ടൈം ഫ്രെയിമിൽ ഒരു നെറേറ്റീവ് എന്ന് പറയുന്ന ഒരു ബെയറിഷ് ആണെങ്കിൽ ലോവർ ടൈം ഫ്രെയിമിൽ നിങ്ങൾക്കൊരു ബുള്ളിഷ് എൻട്രി എന്ന് പറയുമ്പോൾ അവിടെ ലോ പ്രോബബിലിറ്റി ആയിരിക്കും. ഓക്കെ, അപ്പം ഒരു നെറേറ്റീവോ ബയോസോ നോക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ലോവർ ടൈം ഫ്രെയിമിൽ ഒരു എൻട്രി കിട്ടുമ്പോഴെന്താണ്, അയാൾ ചാടി അങ്ങ് എടുക്കുന്നു. പക്ഷെ ഒരു ഹയർ ടൈം ഫ്രെയിം ബയാസ് അല്ലെങ്കിൽ ഒരു ഹയർ ടൈം ഫ്രെയിം നരേറ്റീവ് നോക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അയാൾ മനസ്സിലാക്കുന്നത് ഹയർ ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് ഇന്ന ട്രെൻഡിലാണ് അല്ലെങ്കിൽ ഈ ഒരു സ്ട്രക്ചറിലാണ്. ഓക്കെ, അപ്പം ഞാൻ ലോവർ ടൈം ഫ്രെയിമിൽ എടുക്കുന്ന ഒരു കൗണ്ടർ ട്രേഡ് ആയിരിക്കും. അത് പ്രോപ്പറായിട്ടുള്ള റിസ്ക് റിവാർഡ് എനിക്ക് കിട്ടുന്നില്ല എങ്കിൽ അത് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്നുള്ളൊരു ബോധ്യം നമുക്ക് ഇതിലൂടെ കിട്ടും. ഓക്കെ, അപ്പം നമുക്ക് എന്താണ് കൂടുതൽ തത്തുംപറിച്ചില്ലാതെ കാര്യങ്ങൾ കടക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു ഡെയിലി ക്യാൻഡിലാണ്. ഓക്കെ, ഇതൊരു ഡെയിലി ബുള്ളിഷ് ക്യാൻഡിലാണ്, ഇതൊരു ഡെയിലി ബെയറിഷ് ക്യാൻഡിലാണ്. ഓക്കെ, ഇതിൻ്റെ ഓപ്പൺ ക്ലോസ്. ഓക്കെ, ഒരു ബുള്ളിഷ് ക്യാൻഡിലിൻ്റെ ഓപ്പൺ എവിടെയാണ്, ഒരു ബുള്ളിഷ് ക്യാൻഡിലിൻ്റെ ഓപ്പൺ എന്ന് പറയുന്നത് റൈറ്റ് ഹിയർ, ക്ലോസ് എന്ന് പറയുന്നത് റൈറ്റ് ഹിയർ. ഒരു ബെയറിഷ് ക്യാൻഡിലിൻ്റെ ഓപ്പൺ എന്ന് പറയുന്നത് എവിടെയാണ്, റൈറ്റ് ഹിയർ, ക്ലോസ് എന്ന് പറയുന്നത് ഇവിടെ, ഓപ്പൺ ക്ലോസ്, ഓപ്പൺ ക്ലോസ്. എന്നാൽ ഹൈസ് ആൻഡ് ലോസ് എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. ഒരു ബുള്ളിഷ് ക്യാൻഡിലിൻ്റെ ഹൈ, ഒരു ബുള്ളിഷ് ക്യാൻഡിലിൻ്റെ ലോ, ഒരു ബെയറിഷ് ക്യാൻഡിലിൻ്റെ ഹൈ, ഒരു ബെയറിഷ് ക്യാൻഡിലിൻ്റെ ലോ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഹൈസ് ആൻഡ് ലോസ് ആണ്. ഹൈസ് ആൻഡ് ലോസ്, ഹൈസ് ആൻഡ് ലോസ്. ഓക്കെ, മനസ്സിലാക്കുക, ഒരു ഡെയിലി ക്യാൻഡിലിൻ്റെ ഹൈയും ലോയും എന്ന് പറയുന്നത് ഹൈലി ലിക്വിഡേറ്റഡ് ആയിട്ടുള്ള ഏരിയ ആണ്. ഓക്കെ,
മുകളിലെ ലിക്വിഡിറ്റിനെ നമ്മൾ പറയുന്നത് ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും താഴത്തെ ലിക്വിഡിറ്റി സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയാണ്. മുകളിലെ ലിക്വിഡിറ്റി ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും താഴത്തത് സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയാണ്. ഓക്കെ, അതുകൂടാതെ എന്താണ് ഡെയിലി ടൈം ഫ്രെയിം എന്ന് പറയുന്നത് ഒരു പ്രൈസ് ബേസ്ഡ് ലിക്വിഡിറ്റിയുമാണ്, അതുപോലെ തന്നെ ഒരു ടൈം ബേസ്ഡ് ലിക്വിഡിറ്റി കൂടിയാണ്. ടൈം ബേസ്ഡ് ലിക്വിഡിറ്റി എന്ന് പറയാൻ കാരണം എന്താ? പ്രൈസ് ബേസ്ഡ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് പ്രൈസിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ടൈം ബേസ്ഡ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ടൈമിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ടൈമിനെ, അതായത് ഡെയിലി ഹൈയുടെ താഴെ ഡെയിലി ഹൈയുടെ മുകളിൽ സ്വിങ്ങിനൊക്കെ ഒരുപാട് പേര് സ്റ്റോപ്പ് ലോസ് വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡെയിലി ടൈം ഫ്രെയിം എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹൈയോ ടൈം ഫ്രെയിമാണ്. അത് പ്രൈസ് ബേസ്ഡ് ലിക്വിഡിറ്റിയുമാണ്, അറ്റ് എ ടൈം അതൊരു ടൈം ബേസ്ഡ് ലിക്വിഡിറ്റി കൂടിയാണ്. ഓക്കെ, അപ്പം നമുക്ക് എന്താണ് ഇനി കൂടുതൽ കാര്യങ്ങൾ എന്താണ് നമുക്ക് ബയാസിൽ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിന് മുന്നേ ഒരു കാര്യം മനസ്സിലാക്കുക, നമുക്കൊരു ബയാസ് ജനറേറ്റ് ചെയ്യണമെങ്കിൽ മിനിമം 2 ക്യാൻഡിൽ സ്റ്റിക്ക് ഫോർമേഷൻ വേണം. ഓക്കെ, മിനിമം 2 ക്യാൻഡിൽസ് ഫോർ ബയാസ്. ഒരു ബയാസ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ നമുക്ക് ആക്ച്വലി മിനിമം 2 ക്യാൻഡിൽസിൻ്റെ ഫോർമേഷൻ വേണം. അങ്ങനെ നമ്മളുടെ ഫസ്റ്റ് സെനാരിയോ നമ്മളൊരു 3 പാർട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, നമുക്കൊരു ഡെയിലി ക്യാൻഡിൽ ഇവിടെ ഫോമായി. ഓക്കെ, ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ഡെയിലി ക്യാൻഡിൽ. ഓക്കെ, ഡെയിലി ക്യാൻഡിൽ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, മുകളിലും ലിക്വിഡിറ്റി, താഴെയും ലിക്വിഡിറ്റി. ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ നമ്മൾ ഡെയിലി ബയാസ് നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാനായിട്ട് മിനിമം 2 ക്യാൻഡിൽ വേണം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഡേ ക്യാൻഡിൽ എന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ ഹൈ, അതായത് നമ്മളുടെ പ്രീവിയസ് ഡേ ഹൈനെ സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്ത് ക്യാൻഡിൽ ക്ലോസ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കെന്താണ് ഇത് ഒരു ലിക്വിഡിറ്റി റൺ ആയിട്ട് കൺസിഡർ ചെയ്യാം. അതായത് ലിക്വിഡിറ്റി ടേക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ലിക്വിഡിറ്റി സ്വീപ്പും ലിക്വിഡിറ്റി റണ്ണും നമ്മൾ പഠിച്ച എലമെൻ്റ് ഒക്കെ നമ്മൾ ഇവിടെയാണ് ട്രൈ ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഒരു ക്യാൻഡിൽ കിട്ടി, ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ്. ആ ബുള്ളിഷ് ക്യാൻഡിലിൻ്റെ ഹൈയും ലോയും ലിക്വിഡിറ്റി ആയിരിക്കും. ഓക്കെ, അപ്പം ലോയും ലിക്വിഡിറ്റി ആയിരിക്കും, ഹൈയും ലിക്വിഡിറ്റി ആയിരിക്കും. ലിക്വിഡിറ്റി പോയിന്റ്സിന് നമുക്ക് റിയാക്ഷൻസ് വരും. റിയാക്ഷൻസ് 2 രീതിയിലാണ് വരുന്നത്. ഒന്ന് എന്ന് പറയുന്നത് ലിക്വിഡിറ്റി സ്വീപ്പാണ്, രണ്ടാമത്തെ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ലിക്വിഡിറ്റി റൺ ആണ്. ഇവിടെ നമുക്ക് എന്താണ് ലിക്വിഡിറ്റി റൺ ആണ് കിട്ടിയിട്ടുള്ളത്. അതായത് പ്രീവിയസ് ക്യാൻഡിൽ ഹൈനെ ബ്രേക്ക് ചെയ്തും കൊണ്ട് ഒരു ക്യാൻഡിൽ ക്ലോസോട് കൂടി പ്രൈസ് കിട്ടി കഴിഞ്ഞു. ഓക്കെ, പ്രൈസ് എന്ത് ചെയ്യുന്നു, എഗെയിൻ ഫസ്റ്റ് ക്യാൻഡിൽ പോലെ തന്നെ സെക്കൻഡ് ക്യാൻഡിൽ ഒരു ബുള്ളിഷ് ക്യാൻഡിലായി ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ നെക്സ്റ്റ് ഡ്രോ ഓൺ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഇതായിരിക്കും. ഓക്കെ, ഇതായിരിക്കും നമ്മളുടെ നെക്സ്റ്റ് ഡ്രോ ഓൺ ലിക്വിഡിറ്റി. അതായത് നെക്സ്റ്റും പ്രൈസ് ബുള്ളിഷ് ആവാനുള്ള പോസിബിലിറ്റി വളരെയധികം കൂടുതലാണ്. അതുപോലെ നമ്മളുടെ മുകളിലെ ഡ്രോ ഓൺ ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്യാനുള്ള പോസിബിലിറ്റിയും അവിടെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമുക്കൊരു ഡെയിലി ക്യാൻഡിൽ ഫോമായി, ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോമായി. നമുക്ക് സെക്കൻഡ് ആയിട്ടും നമുക്കൊരു ഡെയിലി ക്യാൻഡിൽ ഫോമായി. അത് പ്രീവിയസ് ഡെയിലി ക്യാൻഡിലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്, ഒരു ലിക്വിഡിറ്റി റണ്ണ് നടന്നിട്ടുണ്ട്, ഒരു സ്ട്രോങ് ബുള്ളിഷ് ക്ലോസ് കിട്ടിയിട്ടുണ്ട്. നമുക്കെന്താണ് ആ ക്ലോസ് ആയതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഈ ഒരു ഹൈ എന്ന് പറയുന്നത് നമ്മളുടെ ഡ്രോ ഓൺ ലിക്വിഡിറ്റിയാണ്. മോർ ഓഫ് ദ ചാൻസ് പ്രൈസ് എന്ത് ചെയ്യുന്നു, എഗെയിൻ ബുള്ളിഷ് പോകാനുള്ള ചാൻസ് ആണ് കൂടുതൽ. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണ്, നെക്സ്റ്റ് ക്രിയേറ്റ് ആവുന്ന ക്യാൻഡിലിൻ്റെ നമ്മളുടെ ആൻറ്റിസിപ്പേഷൻ എന്ന് പറയുന്നത് ബുള്ളിഷ് ആയിരിക്കും. ഓക്കെ, നമ്മളുടെ നെക്സ്റ്റ്, അതായത് ഫസ്റ്റ് ഡെയിലി ക്യാൻഡിൽ ക്രിയേറ്റ് ആയി, സെക്കൻഡ് ഡെയിലി ക്യാൻഡിൽ ക്രിയേറ്റ് ആയി, അങ്ങനെയാണ് തേർഡും ഒരു ബുള്ളിഷ് ക്യാൻഡിലായിട്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ എന്താണ്, നമ്മളുടെ ഈ ഒരു ഡ്രോ ഓൺ ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്യാനുള്ള പോസിബിലിറ്റിയും അവിടെ കൂടുതലാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് ഇതുപോലെ 1 ക്യാൻഡിൽ 2 ക്യാൻഡിൽ ഇതുപോലെ ഫോർമേഷൻ ആണ് കിട്ടുന്നതെങ്കിൽ നമ്മളുടെ നെക്സ്റ്റ് തേർഡ് ക്യാൻഡിൽ എന്ന് പറയുന്നത് മോർ ഓഫ് ദ ചാൻസ് ബുള്ളിഷ് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ എന്താണ്, ഈ ഡ്രോ ഓൺ ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്യാനുള്ള പോസിബിലിറ്റീസും കൂടുതലായിരിക്കും. ഓക്കെ, ഒന്നെങ്കിൽ എന്താണ് ബുള്ളിഷ് ക്യാൻഡിലോട് കൂടി ഡ്രോ ഓൺ ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത് മുകളിൽ എന്താണ് ഒരു ക്ലോസോട് കൂടി നിൽക്കാം, അല്ലെങ്കിൽ ഡ്രോ ഓൺ ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത് പ്രൈസ് നിൽക്കാം. ഓക്കെ, മോർ ഓഫ് ദ ചാൻസ് പ്രോബബിലിറ്റി കൂടുതലായിരിക്കും ബുള്ളിഷ്നെസ്സിനുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്, നമ്മൾ നെക്സ്റ്റ് ഇവിടെ ബുള്ളിഷ് സെനാരിയോ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ നോക്കൂ, നമുക്ക് ബെയറിഷ് സെനാരിയോ നോക്കിയാൽ എന്താണ്, ഫസ്റ്റ് ക്യാൻഡിൽ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, ഒരു ബെയറിഷ് ക്യാൻഡിൽ കിട്ടിയിട്ടുണ്ട്. ബെയറിഷ് ക്യാൻഡിൽ ആയാലും ബുള്ളിഷ് ക്യാൻഡിൽ ആയാലും ഹൈസ് ആൻഡ് ലോസ് എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. ഹൈയും ലിക്വിഡിറ്റി, ലോയും ലിക്വിഡിറ്റി. ഇവിടെ നോക്കൂ നിങ്ങൾ, പ്രൈസ് ലിക്വിഡിറ്റി സ്വീപ്പ് അല്ല, ലിക്വിഡിറ്റി റൺ ആണ് സംഭവിച്ചിട്ടുള്ളത്. പ്രൈസ് എന്ത് ചെയ്തു, പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് ക്യാൻഡിൽ ക്ലോസോട് കൂടിയാണ് ക്ലോസ് തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് നമ്മളുടെ ഡ്രോ ഓൺ ലിക്വിഡിറ്റി റൈറ്റ് ഹിയർ ഏതാണ്, ആ സെക്കൻഡ് ക്ലോസ് ആയിട്ടുള്ള ക്യാൻഡിലിൻ്റെ ലോ ആണ്.
ഓക്കെ, അപ്പം ഈ ഒരു സെക്ഷനിലേക്ക് നോക്കുമ്പോൾ എന്താണ് പ്രൈസ് മോർ ഓഫ് ദ ചാൻസ് എന്താണ് നെക്സ്റ്റ് പ്രൈസ് ബെയറിഷ് പോകാനുള്ള പോസിബിലിറ്റി അവിടെ കൂടുതലാണ്, അല്ലെങ്കിൽ പ്രൈസ് ഡ്രോ ഓൺ ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത് റിവേഴ്സ് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ടാകും. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണ്, നമുക്ക് ഫസ്റ്റ് ക്യാൻഡിലും സെക്കൻഡ് ക്യാൻഡിലും നമുക്ക് ബെയറിഷ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ ലോ പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്, ബ്രേക്ക് ചെയ്തിട്ടുണ്ട് വിത്ത് ബോഡി ക്ലോസോട് കൂടി എന്ന് പറയുമ്പോൾ അവിടെ ആ ഒരു ബെയറിഷ്നെസ്സിൻ്റെ സ്ട്രോങ്നെസ് ആണ് നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. നെക്സ്റ്റ് ഡേ ബെയറിഷ് ആവാനുള്ള പോസിബിലിറ്റി കൂടുതലായിരിക്കും. അല്ലെങ്കിൽ ബുള്ളിഷ് ആവുകയാണെങ്കിലോ നമ്മളുടെ ഡ്രോ ഓൺ ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്യാനുള്ള പോസിബിലിറ്റീസും കൂടുതലാണ്. ഞാൻ പറയുന്നു പോസിബിലിറ്റീസ് ആണ്, ഓക്കെ, പോസിബിലിറ്റീസ് ആണ്. നമുക്ക് ഷുവർ ഷോട്ടായിട്ട് ഒന്നും തന്നെ പറയാൻ വേണ്ടി പറ്റില്ല. ഗോട്ട് ഇറ്റ്? ഇനി നമ്മൾ സെക്കൻഡ് സെനാരിയോ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഇത് ലിക്വിഡിറ്റി സ്വീപ്പ് ആണ്. നമ്മൾ ഫസ്റ്റ് സെനാരിയോ നമ്മൾ പറഞ്ഞത് ലിക്വിഡിറ്റി റൺ ആണ്. ഇനി നമ്മൾ പറയുന്ന സെനാരിയോ എന്ന് പറയുന്നത് ലിക്വിഡിറ്റി സ്വീപ്പ് ആണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, നമുക്കൊരു ബുള്ളിഷ് ക്യാൻഡിൽ ഡെയിലി ടൈം ഫ്രെയിമിൽ ക്ലോസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഡെയിലി ക്യാൻഡിൽ എന്ന് പറയുന്നത് നമുക്കൊരു ബുള്ളിഷ് ആണ് കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ ഹൈയും ലോയും ലിക്വിഡിറ്റിയാണ്. ഓക്കെ, ലിക്വിഡിറ്റി മീൻസ് പ്രൈസ് ബേസ്ഡ് ലിക്വിഡിറ്റി ആണ്. അതുപോലെ തന്നെ ഫ്രം ദ ടൈം അതൊരു പ്രൈസ് ബേസ്ഡ് ലിക്വിഡിറ്റിയാണ്. ഓക്കെ, മോൺ ഓഫ് ദ ടൈം ആലോചിക്കുക, ലിക്വിഡിറ്റിയാണ്. മുകളിൽ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി, താഴെ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. ഓക്കെ, ഇവിടെ നെക്സ്റ്റ് ക്രിയേറ്റ് ആയ ക്യാൻഡിൽ ഞാൻ ഒന്നുകൂടി പറയുന്നു, ഡെയിലി ബയാസ് നമുക്ക് ആൻറ്റിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ 2 ക്യാൻഡിൽ സ്റ്റിക് ഫോർമേഷൻ വേണം. നമുക്ക് നെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്ത ക്യാൻഡിൽ എന്ത് പറ്റി, അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത്, പ്രീവിയസ് ഡേ ക്യാൻഡിലിൻ്റെ ഹൈയെ സ്വീപ്പ് ചെയ്ത് താഴെ ക്ലോസ് ചെയ്താണ് നിൽക്കുന്നത്. അതായത് പ്രൈസ് ഒരു ബുള്ളിഷ്നെസ് കണ്ടിന്യൂ ആവുന്നതായിട്ട് കാണുന്നില്ല. അതായത് ആ ബുള്ളിഷ് മൊമെൻറ്റം തുടരുന്നതായിട്ട് കാണുന്നില്ല. ഹൈ സ്വീപ്പ് ചെയ്ത ഒരു ബെയറിഷ് ക്യാൻഡിലായിട്ടാണ് പ്രൈസ് ക്ലോസ് ചെയ്തിട്ടുള്ളതെങ്കിൽ നമ്മളുടെ നെക്സ്റ്റ് ഡ്രോ ഓൺ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് താഴെയുള്ള ആ ക്രിയേറ്റ് ആയിട്ടുള്ള ക്യാൻഡിൽ ലോയും അതുപോലെ തന്നെ പ്രീവിയസ് ക്രിയേറ്റ് ചെയ്ത ക്യാൻഡിലിൻ്റെ ലോയുമായിരിക്കും. മോർ ഓഫ് ദ ടൈം പ്രൈസ് എന്ത് വരാനുള്ള സാധ്യത ഉണ്ട്, ബെയറിഷ് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്, നമ്മൾ ക്യാൻഡിൽ റേഞ്ച് തിയറി പഠിച്ചിട്ടുണ്ട്, CRT പഠിച്ചിട്ടുണ്ട്. എന്താണ് CRT പറയുന്നത്, ഒരു ക്യാൻഡിലിൻ്റെ ഹൈയും ലോയും ലിക്വിഡിറ്റി ആണ്. ഹൈ സ്വീപ്പ് ചെയ്താൽ പ്രൈസ് ലോ ടേക്ക് ഔട്ട് ചെയ്യാനുള്ള പോസിബിലിറ്റിയും വളരെയധികം കൂടുതലാണ്. ആ തിയറി നമുക്കിവിടെ ആപ്ലിക്കബിൾ ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ക്യാൻഡിലിൻ്റെ ഹൈ സ്വീപ്പ് ചെയ്ത് ക്ലോസ് വെച്ചാൽ നമുക്ക് താഴെ 2 ലിക്വിഡിറ്റി പോയിന്റ്സ് ആണ് കിട്ടുന്നത്. ദാറ്റ് മീൻസ് അത് നമ്മുടെ ഡ്രോ ഓൺ ലിക്വിഡിറ്റീസ് ആണ്. ഓക്കെ, മോർ ഓഫ് ദ ചാൻസ് പ്രൈസ് എന്ത് ചെയ്യാനാണ് ചാൻസ്, ബെയറിഷ് വരാനാണ് ചാൻസ്. നമ്മളുടെ ഡ്രോ ഓൺ ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്യാനുള്ള പോസിബിലിറ്റിയും അവിടെ വളരെയധികം കൂടുതലാണ്. ഓക്കെ, അപ്പം നിങ്ങൾ ഡെയിലി ടൈം ഫ്രെയിമിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ പ്രൈസ് ആക്ഷൻസ് ആണ് കാണുന്നതെങ്കിൽ, ഓക്കെ, ഫസ്റ്റ് ഒരു ബുള്ളിഷ് ക്യാൻഡിൽ, രണ്ടാമത് ക്രിയേറ്റ് ചെയ്യുന്ന ക്യാൻഡിൽ എന്ന് പറയുന്നത് അത് ബുള്ളിഷ് ആയാലും ബെയറിഷ് ആയാലും പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ഹൈ ടേക്ക് ഔട്ട് ചെയ്താണ് നിൽക്കുന്നതെങ്കിൽ നെക്സ്റ്റ് മോർ ഓഫ് ദ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഒരു ബെയറിഷ് ക്യാൻഡിൽ ക്രിയേറ്റ് ആവാനുള്ള പോസിബിലിറ്റി ആയിരിക്കും അവിടെ കൂടുതൽ. നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഡ്രോ ഓൺ ലിക്വിഡിറ്റീസ് ടേക്ക് ഔട്ട് ചെയ്യാനുള്ള പോസിബിലിറ്റിയും അവിടെ വളരെയധികം കൂടുതലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, രണ്ടാമത് ക്യാൻഡിൽ ബെയറിഷ് ആയിട്ടുള്ള രീതിയാണെങ്കിൽ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എന്താണ്, രണ്ടാമത് ക്യാൻഡിൽ ബുള്ളിഷ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ എന്താണ്, നമുക്കൊരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ഡെയിലി ക്യാൻഡിൽ ക്ലോസ് കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് ക്യാൻഡിൽ എന്ന് പറയുന്നത് എന്താണ്, ഒരു ബുള്ളിഷ് ക്യാൻഡിലായിട്ടാണ് ക്ലോസ് ചെയ്തതെങ്കിലും പ്രീവിയസ് ക്യാൻഡിൽ ഹൈയെ സ്വീപ്പ് ചെയ്താണ് നിൽക്കുന്നത്. ദാറ്റ് മീൻസ് സ്വീപ്പ് ചെയ്ത് നിൽക്കും എന്ന് പറയുമ്പോൾ എന്താണ്, ആ മൊമെൻറ്റം ഒരു കണ്ടിന്യൂഷൻ കിട്ടാത്തത് പോലെ ഒരു വീക്ക്നെസ് നമുക്ക് അവിടെ വീക്ക് പ്രസൻസ് നമുക്ക് അവിടെ മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ്, പ്രൈസ് താഴേക്ക് വരാനുള്ള പോസിബിലിറ്റി തന്നെയാണ് നമ്മൾ അവിടെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യേണ്ടത്. താഴേക്ക് വരികയാണെങ്കിൽ നമ്മളുടെ ഡ്രോ ഓൺ ലിക്വിഡിറ്റി 1, ഡ്രോ ഓൺ ലിക്വിഡിറ്റി 2 എന്ന് പറയുന്നത് ഇതായിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണ്, ഫസ്റ്റ് ഒരു ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു, അതൊരു ബുള്ളിഷ് ക്യാൻഡിലാണ്. അതിനുശേഷം സെക്കൻഡ് ക്രിയേറ്റ് ചെയ്ത ക്യാൻഡിൽ എന്ന് പറയുന്നത് എന്താണ്, ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ആണെങ്കിൽ പോലും അവിടെ ആ ട്രെൻഡ് കണ്ടിന്യൂഷൻ അല്ല, അവിടെ വീക്ക്നെസ് ആണ് കാണുന്നത്. പ്രീവിയസ് ഡേ ഹൈ സ്വീപ്പ് ചെയ്തുകൊണ്ടാണ് പ്രൈസ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ആൻറ്റിസിപ്പേഷൻ എന്ന് പറയുന്നത് എന്താണ്, അവിടെയും ബെയറിഷ് തന്നെയാണ്. ഓക്കെ, ബെയറിഷ് എന്ന് പറയുമ്പോൾ എന്താണ്, പ്രൈസ് താഴേക്ക് വരാനുള്ള പോസിബിലിറ്റി തന്നെയാണ് അവിടെ കൂടുതൽ. അങ്ങനെ താഴേക്ക് വരികയാണെങ്കിൽ നമ്മളുടെ ഡ്രോ ഓൺ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് റൈറ്റ് ഹിയർ, അതുപോലെ തന്നെ റൈറ്റ് ഹിയർ ആയിരിക്കും.
അങ്ങനെ നമ്മളുടെ മൂന്നാമത് സെനാറിയോയിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ എന്താണ് ഇവിടെ നോക്കൂ നിങ്ങൾ, നമുക്ക് ഡെയിലി ക്യാൻഡിൽ ക്രിയേറ്റ് ആയി, ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ക്യാൻഡിലാണ് ക്രിയേറ്റ് ആയിട്ടുള്ളത്. ഹൈസും ലോസും നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചു. ഇവിടെ നിങ്ങൾ നോക്കൂ, ഒരു ബെയറിഷ് ക്യാൻഡിലാണ് ക്രിയേറ്റ് ആയിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഇവിടെ ഒരു ബെയറിഷ് ക്യാൻഡിലാണ് ക്രിയേറ്റ് ആയിട്ടുള്ളത്. ഇവിടെ നമുക്ക് ലിക്വിഡിറ്റി ഇവിടെ സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. ലിക്വിഡിറ്റി ഇവിടെ സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രൈസ് എന്താണ്? പ്രൈസ് എവിടേക്കായിരിക്കും പോവുക? മുകളിലേക്കായിരിക്കും. ബിക്കോസ് ഓഫ് എന്താണ്? പ്രൈസ് താഴേക്കാണ്. ഓക്കെ, പ്രൈസിൻ്റെ ഓപ്പൺ ഹൈ ലോ ക്ലോസ് എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് എന്താണ്? പ്രൈസ് ബെയറിഷ് ആണ്. ഓക്കെ, പക്ഷെ നമ്മളെന്താണ് അതിൻ്റെ ആ ഒരു ഫ്ലോ നമ്മൾ നോക്കുന്ന സമയത്ത് എന്താണ്? നമുക്കിവിടെ ഹൈസും ലോസും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ലോ ടേക്ക് ഔട്ട് ചെയ്ത് അത് ലിക്വിഡിറ്റി, അതൊരു ക്യാൻഡിൽ ബ്രേക്ക് ആകാതെ സ്വീപ്പായിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രൈസ് മോർ ഓഫ് ദ ചാൻസ് എന്താണ്? മുകളിലേക്ക് പോകാനുള്ള ചാൻസ് ആണ്. അതായത് ഒരു ക്യാൻഡിലിൻ്റെ ഹൈ ലോ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ച് ലോ സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈസ് മോർ ഓഫ് ദ ടൈം ഈ ഒരു ഹൈ ടേക്ക് ഔട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് CRT ക്യാൻഡിൽ റേഞ്ച് തിയറി പ്രകാരം. പക്ഷെ നമ്മളിവിടെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നത് എന്താണ്? ഒരു ബുള്ളിഷ് തന്നെയാണ്. ഓക്കെ, ബുള്ളിഷ് പോകാൻ കാരണം എന്താണ്? നമ്മളുടെ ഡ്രോ ഓൺ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ സെക്കൻഡ് ക്യാൻഡിലിൻ്റെ ഹൈയും നമ്മളുടെ നെക്സ്റ്റ് ഡ്രോ ഓൺ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ തേർഡ് ക്യാൻഡിലിൻ്റെ ഹൈയും ആണ്. ഓക്കെ, അപ്പോൾ മോർ ഓഫ് ദ ചാൻസ് ഇതുപോലത്തെ സെനാരിയോയിൽ പ്രൈസ് എന്താണ്? ഒരു ബുള്ളിഷ് പോകാനുള്ള ചാൻസ് ആണ്. അതായത് എന്താണ്? നമ്മളുടെ ബെയറിഷ് മൊമെൻറ്റത്തിന് വീക്ക്നെസ് കാണുന്നു, പ്രൈസ് ബുള്ളിഷ് മൊമെൻറ്റത്തേക്ക് പോകുന്നതായിട്ട് നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ കളറിലുള്ള ചേഞ്ച് ആണ്. അതായത് നമുക്ക് ബുള്ളിഷ് ക്യാൻഡിൽ കിട്ടിയിട്ടുണ്ട്, ബുള്ളിഷ് ക്യാൻഡിൽ ഹൈ ആൻഡ് ബുള്ളിഷ് ക്യാൻഡിൽ ലോ. ലോ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? സ്വീപ്പ് ചെയ്തിട്ട് ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ക്ലോസോട് കൂടിയാണ് പ്രൈസ് നിൽക്കുന്നത്. എങ്കിൽ പോലും എന്താണ്? പ്രൈസ് ബുള്ളിഷ് പോകാനുള്ള പ്രോബിലിറ്റി ആയിരിക്കും കൂടുതൽ. ഓക്കെ, നമ്മളുടെ നെക്സ്റ്റ് ഡ്രോ ഓൺ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഏതായിരിക്കും? നമ്മളുടെ പ്രീവിയസ് ഇപ്പം ക്രിയേറ്റ് ആയിട്ടുള്ള കറണ്ട് മാർക്കറ്റ് ഹൈ ആയിരിക്കും. അതുപോലെ തന്നെ നെക്സ്റ്റ് ഡ്രോ ഓൺ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് പ്രീവിയസ് ക്യാൻഡിൽ കറണ്ട് ഹൈ തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ ആൻറ്റിസിപ്പേഷൻ എന്ന് പറയുന്നത് അഗെയിൻ ബുള്ളിഷ് തന്നെയാണ്. ഓക്കെ, ബുള്ളിഷ് തന്നെയായിരിക്കും നമ്മളുടെ ആൻറ്റിസിപ്പേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടൻ്റ്ലി ആണ്. ഓക്കെ, വെരി ഇമ്പോർട്ടൻ്റ്ലി. ഓക്കെ, നമ്മൾ പറഞ്ഞു ഡെയിലി ബയാസ് എന്ന് പറയുന്നത് മിനിമം 2 ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ വേണം, അല്ലെങ്കിൽ 2 ക്യാൻഡിൽ സ്റ്റിക്സ് വേണം. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു ഇൻസൈഡ് ബാറായിട്ടാണ് ഫോം ചെയ്യുന്നതെങ്കിലോ, അങ്ങനെ സെനാരിയോ വരികയാണെങ്കിൽ ഇതും 2 ക്യാൻഡിൽ സ്റ്റിക്ക് ഫോർമേഷൻ തന്നെയല്ലേ. അപ്പം ഇങ്ങനെയാണെങ്കിൽ ബയാസ് എങ്ങനെയായിരിക്കും? ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഡെയിലി ക്യാൻഡിൽ ഹൈ ആൻഡ് ഡെയിലി ക്യാൻഡിൽ ലോ എന്ന് പറയുന്നത് ലിക്വിഡിറ്റിയാണ്. മുകളിൽ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി, താഴെ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. ഇത് സ്വീപ്പും ചെയ്തില്ല, റണ്ണും ചെയ്തില്ല. അതായത് മുകളിലേക്കുള്ളൊരു മൂവോ താഴേക്കുള്ളൊരു മൂവോ ലിക്വിഡിറ്റിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. ലിക്വിഡിറ്റി സ്റ്റിൽ റിമെയിൻസ് അവിടെ തന്നെ നിൽക്കുകയാണ്. നെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്ത ക്യാൻഡിൽ ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ ഉള്ളിലായിട്ട് ഒരു ഇൻസൈഡ് മാറായിട്ടാണ് ഫോം ആയതെങ്കിൽ നെക്സ്റ്റ് നമ്മളുടെ ബയാസ് എന്ന് പറയുന്നത് എന്താണ്? ആ ബയാസിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നെക്സ്റ്റ് ഒരു തേർഡ് ക്യാൻഡിലിനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, മനസ്സിലാക്കുക, ഒരു ക്യാൻഡിൽ ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ, ഒരു ഡെയിലി ടൈം ഫ്രെയിം ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്താൽ ഹൈയും ലിക്വിഡിറ്റി ആയിരിക്കും, ലോയും ലിക്വിഡിറ്റി ആയിരിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹൈ ടേക്ക് ഔട്ട് ചെയ്യാം, ലോ ടേക്ക് ഔട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഹൈ ലിക്വിഡ് റണ്ണ് നടക്കാം, ലോ ലിക്വിഡ് റണ്ണ് നടക്കാം. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ നമുക്കൊരു ഇൻസൈഡ് മാർ ക്രിയേറ്റ് ആവുകയാണെങ്കിൽ മനസ്സിലാക്കുക, ഇവിടുത്തെ ലിക്വിഡിറ്റി എന്നത് ഒരു ലിക്വിഡിറ്റി പൂൾ ആയിട്ട് മാറിയിട്ടുണ്ടാകും, ഒരു ലിക്വിഡിറ്റി പൂളായിട്ട് മാറിയിട്ടുണ്ടാവും. ഓക്കെ, കുറച്ചുകൂടി ലിക്വിഡിറ്റി സ്ട്രോങ്ങർ ആയിട്ട് വന്നിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ എന്താണ്? നമ്മൾ നെക്സ്റ്റ് ഒരു ക്യാൻഡിലിനായിട്ട് വെയിറ്റ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്യാൻഡിലിനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ലിക്വിഡിറ്റി റൺ ആയിട്ടുള്ളതാണെങ്കിലോ നമ്മൾ ബുള്ളിഷ് ആയിരിക്കും നമ്മളുടെ വ്യൂ. ഇൻ കേസ് നെക്സ്റ്റ് ക്യാൻഡിൽ എന്ന് പറയുന്നത് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്താണ് നിൽക്കുന്നതെങ്കിൽ നമ്മളുടെ വ്യൂ എന്ന് പറയുന്നത് ബെയറിഷ് ആയിരിക്കും. നമ്മളുടെ ഡ്രോ ഓൺ ലിക്വിഡിറ്റീസ് എന്ന് പറയുന്നത് ഇതെല്ലാം നമ്മളുടെ ഡ്രോ ഓൺ ലിക്വിഡിറ്റീസ് ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്? നമ്മൾ ഇൻസൈഡ് ബാറിന് ശേഷം പ്രൈസ് എന്ത് ചെയ്യുന്നു? പ്രൈസ് ഇതുപോലെ ബ്രേക്ക് ചെയ്താണ് നിൽക്കുന്നതെങ്കിൽ അഗെയിൻ നമ്മളുടെ വ്യൂ എന്താവും? ബെയറിഷ് ആകും. നമുക്ക് സ്വീപ്പ് ചെയ്താണ് നിൽക്കുന്നതെങ്കിലോ, നമുക്ക് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്താണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് മുകളിലേക്ക് ബുള്ളിഷ് ആയിരിക്കും നമ്മളുടെ വ്യൂ. ഇതെല്ലാം ആയിരിക്കും ആക്ച്വലി എന്ത്? നമ്മളുടെ ഡ്രോ ഓൺ ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. ഗോട്ട് ഇറ്റ്? അങ്ങനെ നെക്സ്റ്റ് നമ്മൾ FEGs കോറിലേറ്റ് ചെയ്താണ് പറയുന്നത്. ഓക്കെ, FEG കോറിലേറ്റ് ചെയ്താണ് പറയുന്നത്. ആക്ച്വലി നമ്മളുടെ ഡെയിലി ബയാസിന് നമുക്ക് 2 ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ മതി. ഓക്കെ, ഇൻസൈഡ് ക്യാൻഡിൽ അല്ലെങ്കിൽ. പക്ഷെ നമ്മളിവിടെ FEG ഫോർകാസ്റ്റ് ചെയ്ത് പറയുമ്പോൾ, അല്ലെങ്കിൽ FEG കൂടി കോറിലേറ്റ് ചെയ്ത് നമ്മൾ പറയുകയാണെങ്കിൽ 3 ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ വേണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്? നമുക്കിവിടെ ഒരു FEG കിട്ടിയിട്ടുണ്ട്.
ഓക്കെ, ഒരു ഇംബാലൻസ് നമ്മൾ കിട്ടിയിട്ടുണ്ട്. ഇംബാലൻസ് റീബാലൻസ് ചെയ്യുമെന്ന് അറിയാം. ഓക്കെ, ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, ഈ 2 കാൻഡിൽസ് നോക്കൂ. 2 കാൻഡിൽസിന് നമ്മൾ ഡെയിലി ബയാസ് പ്രകാരം നോക്കൂ. നമ്മൾ പഠിച്ചതുപോലെ ഡെയിലി ഹൈ ആൻഡ് ലോ, ഡെയിലി ഹൈ, ഡെയിലി ലോ. ഓക്കെ, ഡെയിലി ഹൈ അതുപോലെ തന്നെ ഡെയിലി ലോ. ഓക്കെ, ഡെയിലി ഹൈ ആൻഡ് ഡെയിലി ലോ അഗെയിൻ. ഡെയിലി ഹൈ പ്രൈസ് എന്ത് ചെയ്തു, സ്വീപ്പ് ചെയ്ത് പ്രൈസ് ഒരു ബെയറിഷ് ക്ലോസ് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് എന്ത് ചെയ്യാം, പ്രൈസ് എന്ത് ചെയ്യണം, പ്രൈസ് നമ്മളുടെ നെക്സ്റ്റ് ആൻറ്റിസിപ്പേഷൻ എന്ന് പറയുന്നത് പ്രൈസ് ഡൗൺ ആണ്. പക്ഷേ ഇവിടെ FEG കൂടി വന്നതുകൊണ്ട് നമുക്ക് എന്താണ്, കുറച്ചുകൂടി ഉറപ്പിക്കാം പ്രൈസ് എന്ത് ചെയ്യും, താഴേക്ക് വരുമെന്ന്. ഗോട്ട് ഇറ്റ്. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ ലോജിക്ക് മനസ്സിലാവുണ്ടല്ലോ നിങ്ങൾക്ക്. നമുക്ക് ഒരു ക്യാൻഡിൽ നമുക്കിവിടെ കിട്ടുന്നു, അതിൻ്റെ ഹൈയും ലോയും നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുന്നു. ഹൈ സ്വീപ്പ് ചെയ്ത ഒരു ക്യാൻഡിൽ ക്ലോസും കിട്ടുന്നു, ബെയറിഷ് ആയി കിട്ടുന്നുവെങ്കിൽ പ്രൈസ് താഴേക്ക് വരാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അതുപോലെ തന്നെ എന്താണ്, അതിന് താഴെയായിട്ടൊരു FEG കൂടിയുള്ള ഫോർമേഷൻ ആണെങ്കിൽ നമുക്ക് വരാനുള്ള പോസിബിലിറ്റി അതിനേക്കാൾ കൂടുതലാണ്. ഗോട്ട് ഇറ്റ്. അപ്പം കളറിൽ മാറ്റില്ല. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ക്യാൻഡിൽ, സെക്കൻഡ് ക്യാൻഡിൽ, തേർഡ് ക്യാൻഡിൽ നമുക്ക് എന്ത് ചെയ്തു, ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു FEG കിട്ടി, ബുള്ളിഷ് ആയിട്ടുള്ള ഒരു FEG കിട്ടി. ഇനി നമ്മൾ ഡെയിലി ബയാസിൻ്റെ ബേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഹൈ ലോ, ഹൈ സ്വീപ്പ് ചെയ്തും കൊണ്ടൊരു ബുള്ളിഷ് ക്യാൻഡിൽ നമുക്ക് കിട്ടി. ഓക്കെ, ഇവിടെ പ്രൈസ് പോകുന്നത് മുകളിലേക്കാണ്, പക്ഷേ പ്രൈസ് മുകളിലേക്കുള്ള ആ ഒരു മൊമെൻറ്റത്തിൻ്റെ വീക്ക്നെസ് ആണ് നമുക്ക് കാണുന്നത്. അത് ഇത് സ്വീപ്പ് ചെയ്തത് കൊണ്ട് തന്നെ എന്താണ്, പ്രൈസ് താഴേക്ക് വന്ന് നമ്മളുടെ FEG ടേക്ക് ഔട്ട് ചെയ്ത് മുകളിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി ആണ് കാണുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതുപോലെ ഫോർമേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ നെക്സ്റ്റ് ഡേ നമ്മളുടെ ആൻറ്റിസിപ്പേഷൻ എന്ന് പറയുന്നത് ബെയറിഷ് ആയിരിക്കണം. ഓക്കെ, അപ്പം ഇനി ഇതുപോലെയാണ് വരുന്നതെങ്കിലോ, ഇപ്പം നമ്മൾ ഫസ്റ്റ് ക്യാൻഡിൽ, സെക്കൻഡ് ക്യാൻഡിൽ, തേർഡ് ക്യാൻഡിൽ വന്നു, നമുക്ക് ഫസ്റ്റ് ക്യാൻഡിലും തേർഡ് ക്യാൻഡിലും ആയിട്ട് നമുക്കൊരു FEG കിട്ടി. പക്ഷേ നമ്മൾ ഡെയിലി ടൈം ഫ്രെയിമിൽ പറഞ്ഞതുപോലെ ഡെയിലി ഹൈ, ഡെയിലി ലോ, ഇവിടെ നിങ്ങൾ നോക്കൂ, ഹൈ ടേക്ക് ഔട്ട് ചെയ്ത് ലിക്വിഡിറ്റി റൺ ആണ് കിട്ടിയതെങ്കിൽ നമ്മളുടെ ആൻറ്റിസിപ്പേഷൻ ബെയറിഷ് ആവുമോ? ആക്ച്വലി എന്താ, ഇവിടെ FEG വന്നു കഴിഞ്ഞാൽ റീബാലൻസ് ആകണം. പക്ഷെ എന്താണ്, നമ്മൾ ഡെയിലി ബയാസ്, നമ്മളുടെ ഈ ഒരു റൺ ഓൺ, ഈ ഒരു ബ്രേക്ക് കാരണം എന്താവാം, പ്രൈസ് ബുള്ളിഷ് ആയിരിക്കും പോകുന്നത്. ഓക്കെ, നമ്മളുടെ ഡ്രോ ഓൺ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ആ മുകളിലെ ലിക്വിഡിറ്റി ആയ ഈ ഒരു ഹൈ ആയിരിക്കും നമ്മളുടെ ഡ്രോ ഓൺ ലിക്വിഡിറ്റി. ഓക്കെ, നമുക്കിവിടെ FEG വന്നിട്ടുണ്ടെങ്കിൽ പോലും പ്രൈസ് നെക്സ്റ്റ് ഡേ എന്താവാം, ഒരു ബുള്ളിഷ് ആവാനുള്ള പ്രോബബിലിറ്റി തന്നെയാണ് കൂടുതൽ. ഓക്കെ, അല്ലെങ്കിൽ നമ്മളുടെ ഡ്രോ ഓൺ ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തും കൊണ്ട് FEG ടേക്ക് ഔട്ട് ചെയ്യാം. പക്ഷേ ഈ ഡ്രോ ഓൺ ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെയധികം കൂടുതലാണ്. ഓക്കെ, അങ്ങനെ സെയിം സെനാരിയോ നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് നോക്കുകയാണെങ്കിൽ എന്താണ്, ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, നമുക്ക് 3 കാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ പ്രകാരം ബെയറിഷ് ആയിട്ടുള്ള FEG കിട്ടിയിട്ടുണ്ട്, ബെയറിഷ് FEG കിട്ടിയിട്ടുണ്ട്. നമ്മളുടെ കൺഫർമേഷൻ ക്യാൻഡിൽ എന്താണ് കിട്ടിയിട്ടുള്ളത്, നമ്മളുടെ ആ മിഡിൽ ക്യാൻഡിൽ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ക്യാൻഡിലിൻ്റെ ലോ സ്വീപ്പ് ചെയ്ത് പ്രൈസ് മുകളിലേക്കൊരു ബുള്ളിഷ് ക്ലോസ് വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ നെക്സ്റ്റ് ഡേ എന്ന് പറയുന്നത് എന്താണ്, ബുള്ളിഷ്നെസ് ആയിരിക്കും. അത് കുറച്ചുകൂടി ഉറപ്പിച്ച് നമ്മൾ പറയുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് മുകളിലൊരു വാലിഡ് ആയിട്ടുള്ള, ഒരു ഹൈ ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ബെയറിഷ് FEG ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ മുകളിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി അവിടെ വളരെയധികം കൂടുതലാണ്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിലും എന്താണ്, 1 കാൻഡിൽ, 2 കാൻഡിൽ, 3 കാൻഡിൽ നമുക്കൊരു FEG ഫോർമേഷൻ ഇവിടെ കിട്ടിയിട്ടുണ്ട്. നമ്മളുടെ മിഡിൽ ക്യാൻഡിൽ ലോ പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്, സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ്, ഇവിടെ നമുക്ക് വീക്ക്നെസ് ആണ് കാണുന്നത്. എന്തിൻ്റെ വീക്ക്നെസ്, നമ്മളുടെ ഈ ഒരു കണ്ടിന്യൂഷൻ്റെ വീക്ക്നെസ് ആണ് അവിടെ കാണുന്നത്. അതുകൊണ്ട് നമ്മളുടെ നെക്സ്റ്റ് ഡ്രോ ഓൺ ലിക്വിഡിറ്റീസ് എന്താവാം, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു ഹൈ ആണ്. അതുപോലെ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു FEG ആയിരിക്കും, ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ആയിരിക്കും നമ്മളുടെ നെക്സ്റ്റ് ഡ്രോ ഓൺ ലിക്വിഡിറ്റി. അതിനുശേഷം പ്രൈസ് എന്ത് ചെയ്യാം, നമ്മളുടെ എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതുവരെ എക്സാമ്പിൾ വെച്ച് പറഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഇതിൻ്റെ എല്ലാം റിലേറ്റീവ് ചാർട്ട് എക്സാമ്പിളിലൂടെ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ നമ്മൾ റിലേറ്റീവ് ചാർട്ട് എക്സാമ്പിളിനായിട്ട് എടുത്തിരിക്കുന്നത് ഗോൾഡിൻ്റെ ചാർട്ടാണ്. ഗോൾഡിൻ്റെ നമ്മൾ ഡെയിലി ബയാസ് നോക്കുമ്പോൾ നമ്മളുടെ ടൈം ഫ്രെയിം എന്ന് പറയുന്നത് 1 ഡേ ടൈം ഫ്രെയിം ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഗോൾഡിൻ്റെ 1 ഡേ ടൈം ഫ്രെയിമിലാണ് നമ്മൾ റിലേറ്റീവ് ചാർട്ട് എക്സാമ്പിൾസ് നോക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, നമുക്ക് ഇവിടെ ഒരു ബ്രേക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമ്മളുടെ ഒരു ബെയറിഷ് ക്യാൻഡിലിൻ്റെ ഹൈ പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്, ബ്രേക്ക് ചെയ്ത് ലിക്വിഡിറ്റി റണ്ണോടുകൂടി പ്രൈസ് എന്താണ്, മുകളിൽ ക്ലോസ് നൽകിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ഡേ നമ്മളുടെ ആൻറ്റിസിപ്പേഷൻ എന്തായിരിക്കും, നെക്സ്റ്റ് ഡേ നമ്മളുടെ ആൻറ്റിസിപ്പേഷൻ എന്ന് പറയുന്നത് ബുള്ളിഷ് ആയിരിക്കും. നമ്മളുടെ ഡ്രോ ഓൺ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഈ ക്ലോസ് ആയിട്ടുള്ള ക്യാൻഡിലിൻ്റെ ഹൈ ആയിരിക്കും ആക്ച്വലി നമ്മളുടെ ഡ്രോ ഓൺ ലിക്വിഡിറ്റി. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഡേ എന്തായിരിക്കും, പ്രൈസ് എന്ത് ചെയ്തു,
നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ആക്ച്വലി എന്ത് സംഭവിച്ചു, ആ ഒരു ബുള്ളിഷ്നെസ് വന്നു. നമ്മളുടെ ഡ്രോ ഓൺ ലിക്വിഡിറ്റി എന്താണ് ചെയ്തിട്ടുള്ളത്, ലിക്വിഡിറ്റി സ്വീപ്പ് അല്ല, റൺ ഓൺ ലിക്വിഡിറ്റിയാണ്. പ്രൈസ് ആ ഒരു പ്രീവിയസ് ഡേ ക്യാൻഡിൽ ഹൈയെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നെക്സ്റ്റ് എന്താണ്, നമ്മളുടെ ഡ്രോ ഓൺ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ ഈ ഒരു ബ്രേക്ക് ചെയ്ത ക്യാൻഡിലിൻ്റെ ഹൈ ആയിരിക്കും നമ്മളുടെ ആക്ച്വലി എന്ത്, നമ്മളുടെ നെക്സ്റ്റ് ഡ്രോ ഓൺ ലിക്വിഡിറ്റി. നമ്മളുടെ ആൻറ്റിസിപ്പേഷൻ എന്ന് പറയുന്നത് എന്താണ്, പ്രൈസ് മുകളിലേക്ക് പോകും, നമ്മൾ വരച്ചു വെച്ചിട്ടുള്ള ഡ്രോ ഓൺ ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ നെക്സ്റ്റ് ഡേ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, പ്രൈസ് എന്ത് ചെയ്തു, നമ്മളുടെ ഡ്രോ ഓൺ ലിക്വിഡിറ്റി പ്രൈസ് ടേക്ക് ഔട്ട് ചെയ്തു. ഓക്കെ, നമ്മൾ എന്താ പറയുന്നത്, നമ്മൾ പ്രൈസ് ബുള്ളിഷ് പോകും, അതോടൊപ്പം എന്താണ് നമ്മളുടെ ഡ്രോ ഓൺ ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്യും. ഓക്കെ, ഇതിൽ ഒന്ന്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡ്രോ ഓൺ ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഇവിടെ എന്താണ്, നമ്മളുടെ ഈ ഒരു പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ഹൈ പ്രൈസ് എന്താ ചെയ്തിട്ടുള്ളത്, സ്വീപ്പ് ചെയ്ത് അതിന് താഴെയായിട്ടാണ് പ്രൈസ് ക്ലോസ് തന്നിട്ടുള്ളത്. ഇവിടെ നോക്കുകയാണെങ്കിൽ എന്താണ്, ഈ ഒരു മൊമെൻറ്റത്തിൻ്റെ ഒരു വീക്ക്നെസ് ആണ് നമുക്ക് ആക്ച്വലി എന്ത് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. എന്താണ്, ഇവിടെയുള്ള ഈ ഒരു മൊമെൻറ്റത്തിൻ്റെ വീക്ക്നെസ് ആണ് കാണാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ ടേക്ക് ഔട്ട് ചെയ്തത് കൊണ്ട് തന്നെ ഇനി പ്രൈസ് നമ്മളുടെ ആൻറ്റിസിപ്പേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, നമ്മളുടെ ആൻറ്റിസിപ്പേഷൻ എന്ന് പറയുന്നത് പ്രൈസ് താഴേക്ക്, അതായത് നമ്മളുടെ നെക്സ്റ്റ് ഡ്രോ ഓൺ ലിക്വിഡിറ്റി എന്താണ്, ആ സ്വീപ്പ് ചെയ്ത ക്യാൻഡിലിൻ്റെ ലോ ആയിരിക്കും നമ്മളുടെ എന്ത് ആൻറ്റിസിപ്പേഷൻ. ഓക്കെ, അപ്പോൾ ഇതിൽ ക്ലിയർ ആയിട്ടുള്ള ഒരു പാറ്റേൺ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഈ ഒരു ക്യാൻഡിൽ ഇതിന് മുകളിലാണ് ക്ലോസ് ചെയ്തിരുന്നെങ്കിൽ, ഓക്കെ, നമ്മളുടെ ഈ ഒരു പ്രീവിയസ് ക്യാൻഡിലിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് മുകളിലാണ് ബ്രേക്ക് ചെയ്തിരുന്നെങ്കിൽ നമ്മളുടെ വ്യൂ മുകളിലേക്കായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ലിക്വിഡിറ്റി സ്വീപ്പാണ് സംഭവിച്ചിട്ടുള്ളത്, മുകളിലെ ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ നെക്സ്റ്റ് ഡ്രോ ഓൺ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് എന്താണ്, ആ സ്വീപ്പ് ചെയ്ത ക്യാൻഡിലിൻ്റെ ലോ ആണ് ആക്ച്വലി നമ്മളുടെ ഡ്രോ ഓൺ ലിക്വിഡിറ്റി. നമ്മളുടെ ആൻറ്റിസിപ്പേഷൻ എന്ന് പറയുന്നത് പ്രൈസ് എന്താണ്, താഴേക്ക് പോകാനുള്ള പോസിബിലിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, പ്രൈസ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു സ്വീപ്ഡ് ക്യാൻഡിലിൻ്റെ ലോ പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്, സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. നോക്കൂ, സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മളുടെ ആൻറ്റിസിപ്പേഷൻ എന്താണ്, ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ പ്രീവിയസ് ഡേയുടെ ലോ പ്രൈസ് സ്വീപ്പ് ചെയ്താണ് നിൽക്കുന്നത്, സ്വീപ്പ് ചെയ്ത് മുകളിലായിട്ടാണ് പ്രൈസ് ക്ലോസ് ചെയ്ത് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ നെക്സ്റ്റ് ആൻറ്റിസിപ്പേഷൻ എന്ന് പറയുന്നത്, നമ്മളുടെ നെക്സ്റ്റ് ഡ്രോ ഓൺ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ ഈ സ്വീപ്ഡ് ക്യാൻഡിലിൻ്റെ ഹൈ ആയിരിക്കും ആക്ച്വലി എന്ത്, നമ്മളുടെ നെക്സ്റ്റ് ഡ്രോ ഓൺ ലിക്വിഡിറ്റി. നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, നെക്സ്റ്റ് ഡേ പ്രൈസ് എന്ത് ചെയ്തു, ആ ഒരു ഹൈ പ്രൈസ് എന്ത് ചെയ്തു, പ്രൈസ് ടേക്ക് ഔട്ട് ചെയ്തു, പ്രൈസ് എന്ത് ചെയ്തു, ടേക്ക് ഔട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് നമ്മളുടെ ഡ്രോ ഓൺ ലിക്വിഡിറ്റി ഏതായിരിക്കും, നെക്സ്റ്റ് നമ്മളുടെ ഡ്രോ ഓൺ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് സ്വീപ്പ് ചെയ്ത ക്യാൻഡിലിൻ്റെ ലോ ആയിരിക്കും നമ്മളുടെ എന്ത്, നെക്സ്റ്റ് ഡ്രോ ഓൺ ലിക്വിഡിറ്റി. നെക്സ്റ്റ് ഡേ എന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ നമ്മളുടെ ഡ്രോ ഓൺ ലിക്വിഡിറ്റി പ്രൈസ് ഇതെന്താണ്, ഇത് പ്രൈസ് സ്വീപ്പ് അല്ല ചെയ്തിട്ടുള്ളത്, പ്രൈസ് എന്താണ്, ഇത് റൺ ഓൺ ലിക്വിഡിറ്റി ആണ്. പ്രൈസ് എന്ത് ചെയ്തു, ബ്രേക്ക് ചെയ്തായിരുന്നു നിൽക്കുന്നത്, അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്താണ് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഓക്കെ, പ്രൈസ് പ്രീവിയസ് ഡേനെ പ്രൈസ് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ബ്രേക്ക് തന്നു. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് നമ്മളുടെ ഡ്രോ ഓൺ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഏതായിരിക്കും, നമ്മളുടെ നെക്സ്റ്റ് ഡ്രോ ഓൺ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് റൈറ്റ് ഹിയർ. നെക്സ്റ്റ് ഡ്രോ ഓൺ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് റൈറ്റ് ഹിയർ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് എന്താണ്, നമ്മൾ ആ താഴെയുള്ള ഡ്രോ ഓൺ ലിക്വിഡിറ്റി പ്രൈസ് ടേക്ക് ഔട്ട് ചെയ്യുന്നതാണ് നമ്മളുടെ ആൻറ്റിസിപ്പേഷൻ. പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൈസ് ടേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ്, ആ സെയിം ക്യാൻഡിലിനെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, മുകളിലും ഹൈ പ്രൈസ് സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു റേഞ്ച് ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമ്മളുടെ ഡീലിംഗ് റേഞ്ച് ലോ എന്ന് പറയുന്നത് ഏതാണ്, നമ്മളുടെ ഡീലിംഗ് റേഞ്ച് ലോ, അതുപോലെ തന്നെ എന്താണ്, ഒരു ഡീലിംഗ് റേഞ്ച് ഹൈയും ആക്ച്വലി എന്താണ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഡീലിംഗ് റേഞ്ച് ലോ എന്ന് പറയുമ്പോൾ എന്താണ്, ദർ ഈസ് ഡീലിംഗ് റേഞ്ച് ലോ, ദർ ഈസ് എ ഡീലിംഗ് റേഞ്ച് ഹൈ. ഓക്കെ, ഇതാണ് നമ്മളുടെ ഡീലിംഗ് റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡീലിംഗ് റേഞ്ച് എന്ന് പറയുമ്പോൾ ഡീലിംഗ് റേഞ്ച് ലോ, ഡീലിംഗ് റേഞ്ച് ഹൈ. ഓക്കെ, ഇതൊരു റേഞ്ചാണ്. ഓക്കെ, ഡീലിംഗ് റേഞ്ച് ലോ, ഡീലിംഗ് റേഞ്ച് ഹൈ എന്ന് പറയുന്നത് പ്രൈസ് എപ്പോഴും ഒരു റേഞ്ചിലായിരിക്കും പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഡീലിംഗ് റേഞ്ചസ് കിട്ടിക്കഴിഞ്ഞാൽ ഡീലിംഗ് റേഞ്ച് ലോ ടു ഡീലിംഗ് റേഞ്ച് ഹൈ നമ്മൾ ഫിബ് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ നോക്കൂ, പ്രൈസ് ഓൾമോസ്റ്റ് എന്ത് വന്നിട്ടുണ്ട്, പ്രൈസ് ഇക്വിലിബ്രിയം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് എന്താണ്, ദർ ഈസ് എ FEG കാണാം. ഓക്കെ, നമുക്കിവിടെ ഒരു ബെയറിഷ് ആയിട്ടുള്ള ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് നമുക്കിവിടെ കാണാം. ആ FEG തന്നെ ആക്ച്വലി എന്താണ്, ഒരു ഇൻവേഴ്സ് FEG ആയിട്ട് ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു മിറ്റിഗേഷന് ശേഷമാണ് പ്രൈസ് ഇവിടെ ഒരു ബുള്ളിഷ് ക്ലോസ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഇനി നമ്മളുടെ നെക്സ്റ്റ് ഡ്രോ ഓൺ ലിക്വിഡിറ്റി ഏതായിരിക്കും, ആസ് പെർ നമ്മൾ ഡെയിലി ബയാസ് നമ്മൾ പഠിച്ചത് പ്രകാരം എന്താണ്, പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ഹൈ ആദ്യം പ്രൈസ് ടേക്ക് ഔട്ട് ചെയ്തു. ആദ്യം പ്രൈസ് ടേക്ക് ഔട്ട് ചെയ്തത് എന്താണ്, ലോ ആയിരിക്കും. ഓക്കെ, അതിനുശേഷമാണ് പ്രൈസ് ഹൈ ടേക്ക് ഔട്ട് ചെയ്ത് അതിൻ്റെ താഴെയായിട്ടാണ് ക്ലോസ് തന്നിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളുടെ നെക്സ്റ്റ് ഡ്രോ ഓൺ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് താഴെയായിരിക്കും.
പക്ഷെ എന്താണ്, ആസ് പെർ നമ്മളിപ്പോൾ പറഞ്ഞത് പ്രകാരം എന്താണ്, പ്രൈസ് ഡിസ്കൗണ്ട് വന്നിട്ടുണ്ട്. അതായത് ഡീലിംഗ് റേഞ്ച് ഹൈ, ഡീലിംഗ് റേഞ്ച് ലോ, പ്രൈസ് ഡിസ്കൗണ്ട് വന്നു. പക്ഷേ എന്താണ്, പ്രൈസ് ഇനി മുകളിലേക്ക് പോകാനാണ് ചാൻസ്. അതുപോലെ തന്നെ എന്താണ്, ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമുക്കിവിടെ എന്താണ്, ഒരു ബെയറിഷ് ആയിട്ടുള്ള ഒരു FEG, ഒരു ഇൻവേഴ്സൺ FEG ആയിട്ടും മാറിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്യാൻഡിൽ എന്ന് പറയുന്നത് എന്താണ്, നെക്സ്റ്റ് ക്യാൻഡിൽ എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു പ്രീവിയസ് ഡേ ക്യാൻഡിലിനെ ബ്രേക്ക് ചെയ്താണ് ആക്ച്വലി എന്ത്, നമ്മളുടെ ഈ ഒരു ക്യാൻഡിൽ ഇവിടെ ഫോം ആയിട്ടുള്ളത്. ഓക്കെ, ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താണ്, നെക്സ്റ്റ് നമ്മളുടെ ആൻറ്റിസിപ്പേഷൻ എന്ന് പറയുന്നത് എന്താണ്, ബുള്ളിഷ് തന്നെയായിരിക്കും. നമ്മളുടെ ഡ്രോ ഓൺ ലിക്വിഡിറ്റി എന്ന് പറയുന്നതായിരിക്കും നമ്മളുടെ ഈ ഒരു ഈ ബ്രേക്ക് ചെയ്ത് ക്ലോസ് വെച്ച ക്യാൻഡിലിൻ്റെ ഹൈ ആയിരിക്കും ആക്ച്വലി എന്ത്, നമ്മളുടെ ഡ്രോ ഓൺ ലിക്വിഡിറ്റി. നമ്മളുടെ ആൻറ്റിസിപ്പേഷൻ എന്ന് പറയുന്നത് എന്താണ്, പ്രൈസിൻ്റെ ഒരു ബുള്ളിഷ് മൂവ് തന്നെയാണ്. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഹൈ ടേക്ക് ഔട്ട് ചെയ്തുകൊണ്ട് ഒരു ബുള്ളിഷ് മൂവ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമുക്കൊരു FEG ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഈ FEGയെ വിളിക്കുന്ന പേരാണ് ബ്രേക്ക് അവേ ഗ്യാപ്പ്. ഓക്കെ, ഇതാണ് ആക്ച്വലി എന്ത്, ബ്രേക്ക് അവേ ഗ്യാപ്പ്. ഓക്കെ, ബ്രേക്ക് അവേ ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്, ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയുന്നത് 1, 2, 3 ക്യാൻഡിൽ സ്റ്റിക്സിൻ്റെ പാറ്റേൺ ആണ്. അത് ഫസ്റ്റ് ക്യാൻഡിൽ എന്ന് പറയുന്നത് എന്താണ്, ഫസ്റ്റ് ക്യാൻഡിൽ എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു ക്യാൻഡിൽ എന്ന് പറയുന്നത് ക്രിയേഷൻ ക്യാൻഡിലാണ്. സെക്കൻഡ് ക്യാൻഡിൽ എന്ന് പറയുന്നത് എക്സ്പാൻഷൻ ക്യാൻഡിലാണ്. തേർഡ് ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ കൺഫോർമേഷൻ ക്യാൻഡിലാണ്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, നമുക്കിവിടെ ഫസ്റ്റ് ക്യാൻഡിലും സെക്കൻഡ് ക്യാൻഡിലിനേക്കാളും എത്രയോ വലിയ ക്യാൻഡിലാണ് ആക്ച്വലി എന്ത്, നമ്മളുടെ കൺഫോർമേഷൻ ക്യാൻഡിലാണ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഒരു FEG എന്ന് പറയുന്നത് നമ്മൾ എന്താണ്, ഒരു ബ്രേക്ക് അവേ ഗ്യാപ്പ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇത് നോർമലായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന FEGയേക്കാൾ ഒരുപാട് സമയം എടുക്കും ഫില്ല് ചെയ്യാൻ. ബിക്കോസ് ഓഫ് എന്താണ്, ഇവിടെ സ്ട്രെങ്ത് വന്നിട്ടുള്ളത് എന്താണ്, ഈ കൺഫോർമേഷൻ ക്യാൻഡിൽ തന്നെ ആക്ച്വലി എന്താണ്, സ്ട്രെങ്ത് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ എന്താണ്, നമ്മുടെ നെക്സ്റ്റ് എന്ന് പറയുന്നത്, നമ്മുടെ ആൻറ്റിസിപ്പേഷൻ എന്ന് പറയുന്നത് ബുള്ളിഷ് തന്നെയാണ്. ഓക്കെ, നമ്മുടെ ഡ്രോ ഓൺ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു ബ്രേക്ക് ചെയ്ത ക്യാൻഡിലിൻ്റെ ഹൈ തന്നെയാണ് ആക്ച്വലി എന്ത്, നമ്മളുടെ ഡ്രോ ഓൺ ലിക്വിഡിറ്റി. ഓക്കെ, നെക്സ്റ്റ് ഇതിൻ്റെ എന്താണ്, പ്രൈസ് പ്രോപ്പറായിട്ട് എന്ത് ചെയ്തു, ആ ഒരു ഡേ ഹൈ സ്വീപ്പ് ചെയ്തു. ഡേ ഹൈ ഇവിടെ പ്രൈസ് എന്ത് ചെയ്തു, സ്വീപ്പ് ചെയ്തു. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എഗെയിൻ നമുക്കൊരു പ്രോപ്പർ FEG കിട്ടിയിട്ടുണ്ട്. കണ്ടല്ലോ, FEG. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ്, രണ്ട് ഫെയർ വാല്യൂ ഗ്യാപ്സ് വന്നു. ഓക്കെ, ഒന്നെന്ന് പറയുന്നത് എന്താണ്, ഇവിടെ നമുക്കൊരു FEG വന്നു, ഇവിടെ ഒരു FEG വന്നു. ഓക്കെ, ഇവിടെയുള്ള FEG നോക്കൂ നിങ്ങൾ, ഇത് ബ്രേക്ക് അവേ ഗ്യാപ്പാണ്. എന്നാൽ ഇവിടെ നോക്കൂ നിങ്ങൾ, ഇത് പ്രോപ്പറായിട്ടുള്ള ഒരു FEG ആണ്. ഫസ്റ്റ് ക്യാൻഡിൽ എന്ന് പറയുന്നത് എന്താണ്, ക്രിയേഷൻ ക്യാൻഡിൽ. സെക്കൻഡ് ക്യാൻഡിൽ നോക്കൂ, എക്സ്പാൻഷൻ ക്യാൻഡിൽ. തേർഡ് ക്യാൻഡിൽ എന്ന് പറയുന്നത് എന്താണ്, കൺഫോർമേഷൻ ക്യാൻഡിൽ. കൺഫോർമേഷൻ ക്യാൻഡിൽ എന്താണ്, നമുക്കിവിടെ ഒരു ഇൻഡിസിഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ബ്രേക്ക് അവേ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നതിനേക്കാൾ എഫക്റ്റീവ് ആയിരിക്കും ആക്ച്വലി എന്ത്, നമ്മളുടെ ഈ ഒരു FEG ഫില്ല് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ FEG ഫില്ല് ചെയ്യുകയാണോ ഇല്ലയോ നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താ, നമ്മളുടെ നെക്സ്റ്റ് ഡ്രോ ഓൺ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് റൈറ്റ് ഹിയർ. ഇതാണ് ആക്ച്വലി എന്ത്, നമ്മളുടെ നെക്സ്റ്റ് ഡ്രോ ഓൺ ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഡേ എന്ന് പറയുമ്പോൾ പ്രൈസ് എന്ത് ചെയ്തു, ഒരു ഇൻസൈഡ് ബാർ ആയിട്ടാണ് ഫോം ആയിട്ടുള്ളത്. ഓക്കെ, ഞാൻ പറഞ്ഞു നമ്മളുടെ ഡെയിലി ബയാസിന് നമുക്ക് രണ്ട് ക്യാൻഡിൽ സ്റ്റിക് പാറ്റേൺ ഉണ്ട്. പക്ഷേ ആ രണ്ട് ക്യാൻഡിൽ സ്റ്റിക് പാറ്റേണിൽ ലിക്വിഡിറ്റി സ്വീപ്പ്, ലിക്വിഡിറ്റി റണ്ണ് എന്നുള്ള രണ്ട് റിയാക്ഷനിൽ ഒന്ന് സംഭവിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ എന്താണ്, നമ്മൾ നെക്സ്റ്റ് ക്യാൻഡിലിനായിട്ട് തന്നെയാണ് നമ്മളുടെ വെയിറ്റിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്യാൻഡിൽ എന്ന് പറയുന്നത് ബ്രേക്ക് ചെയ്തു പോയി. നോക്കൂ, നമ്മളുടെ പ്രീവിയസ് ക്യാൻഡിലിനെ ബ്രേക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മളുടെ നെക്സ്റ്റ് ആൻറ്റിസിപ്പേഷൻ എന്ന് പറയുന്നത് എന്താണ്, പ്രോപ്പറായിട്ടുള്ള ബുള്ളിഷ് തന്നെയാണ്. ഓക്കെ, നമ്മളുടെ പ്രോപ്പറായിട്ടുള്ള ബുള്ളിഷാണ്. നമ്മളുടെ ഡ്രോ ഓൺ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് റൈറ്റ് ഹിയർ. പ്രൈസ് എന്ത് ചെയ്തു, നമ്മളുടെ ആ ഒരു ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. എഗെയിൻ നമുക്ക് എന്താണ്, FEG നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമുക്കൊരു FEG ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, നെക്സ്റ്റ് പ്രൈസ് ഇതിനെ ബ്രേക്ക് ചെയ്തതുകൊണ്ട് തന്നെ എന്താണ്, നമ്മളുടെ നെക്സ്റ്റ് ഡ്രോ ഓൺ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് റൈറ്റ് ഹിയർ. റൈറ്റ് ഹിയർ. ഓക്കെ, പ്രൈസ് എന്ത് ചെയ്തു, അതിനെ പ്രൈസ് എന്ത് ചെയ്തു, സ്വീപ്പ് ചെയ്തു. ഓക്കെ, പ്രൈസ് സ്വീപ്പ് ചെയ്തു. ഇങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് നമ്മളുടെ ഡ്രോ ഓൺ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഏതായിരിക്കും, നെക്സ്റ്റ് നമ്മളുടെ ഡ്രോ ഓൺ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് റൈറ്റ് ഹിയർ ലോ ആയിരിക്കും ആക്ച്വലി എന്ത്, നമ്മളുടെ ഡ്രോ ഓൺ ലിക്വിഡിറ്റി. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡ്രോ ഓൺ ലിക്വിഡിറ്റി പ്രൈസ് ടേക്ക് ഔട്ട് ചെയ്തു. അതുപോലെ തന്നെ എന്താണ്, നമ്മളുടെ ഈ ഒരു FEG കണ്ടോ നിങ്ങൾ, FEG പ്രൈസ് ഫില്ല് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്താണ്, നമ്മൾ ഡെയിലി ബയസ് പ്രകാരം നോക്കുകയാണെങ്കിൽ എന്താ, പ്രോപ്പറായിട്ട് നമുക്ക് എന്താണ് ഒരു ബ്രേക്കാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മളുടെ നെക്സ്റ്റ് ഡ്രോ എന്ന് പറയുന്നത് ഏതായിരിക്കും, റൈറ്റ് ഹിയർ. ഇതായിരിക്കും ആക്ച്വലി എന്ത്, നമ്മളുടെ നെക്സ്റ്റ് ഡ്രോ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, നമുക്ക് പ്രോപ്പറായിട്ട് എന്താ കിട്ടിയിട്ടുള്ളത്, ഒരു ഇൻസൈഡ് ക്യാൻഡിലാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഒരു ഇൻസൈഡ് ബാറാണ് കിട്ടിയിട്ടുള്ളത്. നമ്മൾ എന്താണ്, നെക്സ്റ്റ് ക്യാൻഡിലിനായിട്ട് തന്നെ വെയിറ്റ് ചെയ്യണം. നെക്സ്റ്റ് ക്യാൻഡിൽ എന്ന് പറയുന്നത് എഗെയിൻ പ്രൈസ് ഇവിടെ സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. പ്രൈസ് ഇവിടെ സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ ഡ്രോ എന്ന് പറയുന്നത് ഏതാണ്,
റൈറ്റ് ഹിയർ. ഇതായിരിക്കും നമ്മളുടെ ഡ്രോ എന്ന് പറയുന്നത്. പ്രൈസ് എന്ത് ചെയ്തു? എഗെയിൻ ഇൻസൈഡ് ബാർ. ഓക്കെ, നമ്മളെന്താണ് ക്യാൻഡിലിനായിട്ട് വെയിറ്റ് ചെയ്യുന്നു. ഓക്കെ, പ്രൈസ് എന്ത് ചെയ്തു? ബ്രേക്ക് ചെയ്തു പോയി. അതായത് പ്രൈസ് എന്താണ്? പ്രൈസ് ഇവിടെ ഒരു എഫ് ഇ ജി ക്രിയേറ്റ് ചെയ്തു, എഫ് ഇ ജി റീബാലൻസ് ചെയ്ത് പ്രൈസ് മുകളിലേക്ക് പോകുന്നതായിട്ടാണ് ആക്ച്വലി മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രോപ്പറായിട്ട് ബ്രേക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് നമ്മളുടെ ഡ്രോ എന്ന് പറയുന്നത് ഹിയർ. ഓക്കെ, നെക്സ്റ്റ് നമ്മളുടെ എന്താണ്? നെക്സ്റ്റ് നമ്മളുടെ ഡ്രോ എന്ന് പറയുന്നത് റൈറ്റ് ഹിയർ. അതുപോലെ തന്നെ എന്താണ്? നമുക്ക് അഗെയിൻ ഇവിടെ ഒരു എഫ് ഇ ജി ക്രിയേഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, എഫ് ഇ ജി ക്രിയേഷൻ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മളുടെ നെക്സ്റ്റ് ഡ്രോ എന്ന് പറയുന്നത് റൈറ്റ് ഹിയർ ബുള്ളിഷ് തന്നെയാണ്. ഓക്കെ, പ്രൈസ് എഗെയിൻ പ്രൈസ് എന്ത് ചെയ്തു? ബ്രേക്ക് ചെയ്തു. എഗെയിൻ പ്രൈസ് എന്താണ്? എഫ് ഇ ജി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ താഴത്തേക്ക് നോക്കുകയാണെങ്കിൽ എന്താണ്? നമുക്ക് എഗെയിൻ ഇവിടെ ഈ എഫ് ഇ ജി ഫില്ലായിട്ടുണ്ട്. എഗെയിൻ നമുക്ക് അൺഫിൽഡ് ആയിട്ട് എഫ് ഇ ജിസ് താഴെയുണ്ട്. അതായത് നമുക്കിവിടെ താഴെ ഒരു ബ്രേക്ക് അവേ ഗ്യാപ്പ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു എഫ് ഇ ജി ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇവിടെ ഒരു എഫ് ഇ ജി ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു എഫ് ഇ ജി ഇതൊക്കെ എന്താണ്? ബ്രേക്ക് അവേ ഗ്യാപ്സ് തന്നെയാണ്. ഓക്കെ, ബ്രേക്ക് അവേ ഗ്യാപ്സ് തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? നമ്മൾ പറഞ്ഞതുപോലെ നമ്മളുടെ നെക്സ്റ്റ് ഡ്രോ എന്ന് പറയുന്നത് റൈറ്റ് ഹിയർ. ഓക്കെ, പ്രൈസ് എന്ത് ചെയ്തു? ആ ഒരു ഹൈ പ്രൈസ് എന്ത് ചെയ്തു? സ്വീപ്പ് ചെയ്തു. ഇവിടെ നമുക്ക് പ്രോപ്പറായിട്ടൊരു എഫ് ഇ ജി എഗെയിൻ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താ? നമ്മളുടെ ഡ്രോ എന്ന് പറയുന്നത് റൈറ്റ് ഹിയർ. ഇതായിരിക്കും ആക്ച്വലി എന്ത്? നമ്മളുടെ ഡ്രോ എന്ന് പറയുന്നത്. പ്രൈസ് നെക്സ്റ്റ് ഡേ എന്ത് ചെയ്തു? ഇൻസൈഡ് ബാറാണ്. നമ്മൾ നെക്സ്റ്റ് ക്യാൻഡിലിനായിട്ട് വെയിറ്റ് ചെയ്യുന്നു. പ്രൈസ് എന്ത് ചെയ്തു? പ്രോപ്പറായിട്ട് ഈ എഫ് ഇ ജി ഫില്ല് ചെയ്തു. നെക്സ്റ്റ് എഫ് ഇ ജി ഫില്ല് ചെയ്തു. ഹൈ സ്വീപ്പ് ചെയ്തു, ലോ സ്വീപ്പ് ചെയ്തു, എന്നിട്ടാണ് ക്ലോസ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്? പ്രൈസിൻ്റെ ഈ ഒരു മൂവ്മെൻറ്റ്സിൽ നോക്കൂ. ഓക്കെ, പ്രൈസ് എന്ത് ചെയ്തു? എഗെയിൻ പ്രൈസ് താഴെ വന്നു. നമ്മളുടെ അൺഫിൽഡ് ആയിട്ടുള്ള എഫ് ഇ ജിസ് എല്ലാം ഫില്ല് ചെയ്ത് എഗെയിൻ പ്രൈസ് മുകളിലേക്ക്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്? നമ്മൾ ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്ത ബ്രേക്ക് അവേ ഗ്യാപ്പ് നോക്കൂ, അൺഫിൽഡ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. പ്രൈസ് എന്ത് ചെയ്തു? നമ്മളുടെ അൺഫിൽഡ് ആയിട്ടുള്ള എഫ് ഇ ജിസും ലിക്വിഡിറ്റീസും എല്ലാം ടേക്ക് ഔട്ട് ചെയ്ത് പ്രൈസ് അഗെയിൻ മുകളിലേക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ റിലേറ്റീവ് ചാർട്ട് എക്സാമ്പിൾ സിമ്പിളായിട്ട് ഇത്രയേ പറയുന്നുള്ളൂ. അപ്പോൾ എന്താണ് നിങ്ങൾ ഇനി ചെയ്യേണ്ടതെന്ന് പറയുന്നത്? നിങ്ങൾ ചാർട്ട് എടുക്കുക, 1 day ടൈം ഫ്രെയിം എടുക്കുക, എന്നിട്ട് ഇതുപോലത്തെ റീപ്ലേസ് ചെയ്ത് നോക്കുക. ഓക്കെ, അങ്ങനെ അറ്റ് ലാസ്റ്റ് നമ്മൾ എന്താണ് ഡെയിലി ബയാസ് എന്ന് പറഞ്ഞു. ഡെയിലി ബയാസിൻ്റെ നമ്മളുടെ മേജർ ആയിട്ടുള്ള എലമെൻറ്റ്സ് നമ്മൾ പറഞ്ഞു. അതുപോലെ നമ്മളുടെ ഡെയിലി ബയാസിൻ്റെ ക്രൈറ്റീരിയാസ് നമ്മൾ പറഞ്ഞു. പിന്നെ ഓരോ സെനാരിയോസ് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ എന്ത് ചെയ്തു? നമ്മൾ റിലേറ്റീവ് ചാർട്ട് എക്സാമ്പിളിലൂടെ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് എന്താണ്? ഇതുപോലെ കാര്യങ്ങൾ മനസ്സിലാക്കി 1 day ടൈം ഫ്രെയിമിൽ ഓരോ കറൻസി പെയർസ് എടുക്കാം, ബിറ്റ് കോയിൻ എടുക്കാം, ഇൻഡിസീസ് എടുക്കാം, എന്തും എടുക്കാം. ഇതിലെല്ലാം നിങ്ങൾ 1 day ചാർട്ട് എടുത്ത് ഓരോ ക്യാൻഡിൽസിൻ്റെ ഫോർമേഷൻ ലിക്വിഡിറ്റി സ്വീപ്പ് ആണോ, ലിക്വിഡിറ്റി റൺ ആണോ എന്നനുസരിച്ച് ഡ്രോ ഓൺ ലിക്വിഡിറ്റീസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഒരുപാട് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ കൂടുതൽ കാര്യങ്ങളൊന്നും തന്നെ പറയാനില്ല. വീഡിയോ ഇതുവരെ കണ്ടിരുന്നവരോട് ഒന്നേ പറയാനുള്ളൂ. താങ്ക് യു.